നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ ദിനം പ്രതി കേൾക്കുന്നൊരു വിഷയമാണ്. നമ്മൾ വീട്ടിൽ പരസ്പരം സംസാരിക്കുന്നു, സ്കൂളുകളിൽ കേൾക്കുന്നു, നമ്മുടെ നെയ്ബർഹുഡിലും ഒക്കെ കേൾക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്തോ സംതിങ് ഇസ് റോങ് എന്നുള്ളൊരു കാര്യം. ഇത് വാസ്തവത്തിൽ കുട്ടികൾക്ക് തന്നെയാണോ പ്രശ്നം? കുട്ടികളാണോ അവിടെ കുറ്റക്കാർ? നമ്മൾ കാലങ്ങളായിട്ട് ചെയ്തു വന്ന എന്തോ ഒരു കാര്യം പയ്യെ അക്യൂമുലേറ്റ് ചെയ്ത് അഗ്രവേറ്റ് ചെയ്തൊരു പ്രശ്നമായതാണോ? വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയായിരിക്കാം അതിൻ്റെ ഫണ്ടമെൻ്റൽ റീസൺസ്? ഈ റീസൺസിൽ ഊന്നി സംസാരിക്കുന്നതിലുപരി നമ്മൾക്ക് എങ്ങനെ ഇതിനൊരു പരിഹാരം, ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണെങ്കിൽ പോലും എന്തെല്ലാം നമുക്കൊരു സൊല്യൂഷൻ പോയിന്റിൽ ഡിസ്കസ് ചെയ്യാം എന്നൊക്കെ ഉള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ചർച്ച എന്ന് പറയുന്നത് കുട്ടികളുടെ രോഗങ്ങളും അതേപോലെ രോഗാവസ്ഥയും കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുടുംബങ്ങളിൽ കണ്ടുവരുന്ന പാരൻസിൻ്റെ കൺസേൺ ആയിക്കോട്ടെ, കുട്ടികളുടെ ചില ചില ഇഷ്യൂസ്, അവർ കടന്നു പോകുന്ന ചില ചില കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതെ, കാരണം നമ്മളിപ്പോൾ ഡെയിലി കേൾക്കുന്ന വാർത്തകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഡ്രഗ് അബ്യൂസ്, അതുപോലെ തന്നെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുക. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം വരും. കാരണം 15 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ കുട്ടികൾ, ചെറിയ കുട്ടികളിൽ ഡ്രഗ്സ് ബാഗിൽ വെച്ച് കൊടുക്കുക. അത് തന്നെ വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി എന്താ പറയുക, സ്കൂളിലുള്ള ബുള്ളിങ് കാരണം കുട്ടികൾ മരണപ്പെടുന്നു. അവർക്ക് ഇമോഷണൽ റെഗുലേഷൻ വളരെയധികം കുറഞ്ഞു പോയ പോലെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. യെസ്, അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം അതും കൂടെ ചേർത്ത് നല്ലൊരു ഡിസ്കഷനിൽ എത്തിച്ചേർക്കാം. ഒരുപക്ഷെ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ആലോചന എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. കാരണം ഇത് നമ്മളിപ്പോൾ നടക്കുന്ന ഒരു ഇൻസിഡൻസിൻ്റെ പുറത്ത് വൈകാരികമായിട്ട് സംസാരിച്ച് തുടങ്ങണമെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയത് ഇതിൻ്റെയൊക്കെ ഒരു ട്രേസ്, നമ്മളതിൻ്റെ ഒരു റൂട്ട് എവിടെയാണെന്ന് അന്വേഷിച്ച് പോകുമ്പോൾ ഇറ്റ് ഓൾ സ്റ്റാർട്ട്സ് ഫ്രം ദ ബോഡി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഇന്നിപ്പോൾ ഞാൻ നോക്കുമ്പോൾ മെജോറിറ്റി കുട്ടികൾക്കും അവർക്കൊരു ഹെൽത്തി സ്ട്രീക്ക് ഇല്ല. അതായത് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ 1-2 തവണയെങ്കിലും അവർ സിക്കാവുന്നുണ്ട്. അത് എന്ത് ഇൽനെസ് എന്നുള്ളതല്ല, ഒരു മൂക്കൊലിപ്പാവാം, ചെറിയ ചുമയാവാം, പക്ഷേ അവർക്കൊരു സെൻ പേഴ്സൻ്റ് ഹെൽത്ത് എന്ന് പറയുന്നത് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു ഗോള് പോലെയാണ് കുട്ടികൾ മിക്കവാറും. ഒരു മാസം 4-5 തവണയൊക്കെ ലീവ് പോകുന്നു കുറേ പേര്. അപ്പോൾ ഈ ഒരു സിക്ക് ചൈൽഡ് ഇസ് ഓൾവേസ് അൺഹാപ്പി. അവർക്ക് അവരവരുടെ കുട്ടിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും ഡീപ്പ് വിത്തിൻ അവർക്കൊരു ഫുൾനെസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു റൈറ്റ് പോയിന്റ് ടു സ്റ്റാർട്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ആ ഒരു ഫിസിക്കൽ ഹെൽത്ത്, ഒരു ഇമ്മ്യൂണിറ്റി ആസ്പെക്റ്റൊക്കെ അവരുടെ ഒരു സൈക്കിയിലേക്ക്, അവരുടെ മനസ്സിൻ്റെ ആസ്പെക്ട്സിലേക്കൊക്കെ ഒത്തിരി പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഇതിലേക്ക് നമ്മൾ ആ ഒരു മെൻ്റൽ സൈഡ് അത്ര അഡ്രസ്സ് ചെയ്യാറില്ല പലപ്പോഴും. ഇതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ഇമ്മ്യൂണിറ്റി എങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കണം. പലപ്പോഴും ഇതൊരു മരുന്ന് കൊടുത്ത് ശരിയാക്കേണ്ട ഒരു കാര്യമല്ല. അതുമാത്രമല്ല, 1-2 ദിവസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു സാധനവുമല്ല ഇമ്മ്യൂണിറ്റി. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ, ഒരു ലോങ് ടേം ആയിട്ടൊരു കുട്ടിയുടെ കെയറിൻ്റെ ഒരു പോയിൻ്റാണ്, ഒരു റിവാർഡാണ് ശരിക്കും ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ നോക്കിയിട്ട് ഏറ്റവും വലിയ കുറ്റവാളി എന്ന് പറയുന്നത് സ്വീറ്റ് ഇൻടേക്കാണ്. അതിൽ എസ്പെഷ്യലി സ്കൂൾ ഗോയിങ് കിഡ്സ്. കാരണം നമ്മളിപ്പോൾ മിക്ക വീടുകളിലും റെഗുലേഷൻസ് വന്നു തുടങ്ങി. ഇപ്പോൾ റിഫൈൻഡ് ഷുഗർ അധികം യൂസ് ചെയ്യരുത്, അങ്ങനെയൊക്കെയുള്ള അവയർനെസ് ഉണ്ട്. പാരൻസ് അത് കെയർഫുള്ളാണ്. പക്ഷേ വൺസ് ദേ ഗോ ഔട്ട് ഓഫ് ഹോം, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിലൊരു ഗസ്റ്റ് വന്നു, അല്ലെങ്കിൽ സ്കൂളിൽ ആരെങ്കിലും ബർത്ത്ഡേ, കുട്ടിക്ക് ഒരു വർഷം ഒരു ബർത്ത്ഡേ, പക്ഷേ അങ്ങനെ ഒരുപാട് കുട്ടികളുള്ളൊരു സ്കൂളാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു, പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ സ്വീറ്റ്സാണ് ആകെ ഷെയർ ചെയ്യപ്പെടാറുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് സ്കൂളിൽ ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും എല്ലാവർക്കും എന്തെങ്കിലും സ്വീറ്റ് കിട്ടുന്ന രീതിയിലേക്കൊക്കെ ഒരു എക്സ്ട്രാ വാഗൻ്റായി ബർത്ത്ഡേസ്. ഇത് പുറത്തുള്ള പാർട്ടീസും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ എത്ര കണ്ട് ഷുഗറും ചോക്ലേറ്റ്സൊക്കെയാണ് ഒരു കുട്ടി കഴിക്കുന്നത് എന്നുള്ളതിന് കയ്യും കണക്കുമില്ല. ഇത് വാസ്തവത്തിൽ ഷുഗർ ആയുർവേദത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ മധുരരസം എന്ന് പറയുന്നതാണ് ഒരു പ്രൈമറി, നമുക്ക് ജന്മം തൊട്ടേ വി ആർ അക്കിൻ ടു ദാറ്റ് ടേസ്റ്റ്. നമ്മൾ മുലപ്പാൽ തൊട്ടേ നമ്മൾ ആസ്വദിക്കുന്നത് മധുരരസമാണ്. അതിന് അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടിയും ഉണ്ട്, ഇന്ദ്രിയങ്ങളെ പ്രസാദിപ്പിക്കുക. നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഫീലിംഗ് ഓഫ് ഗുഡ്നെസ് ആൻഡ് വെൽനെസ്, അത് തന്നെയാണ് അതിലേക്കൊരു ഒരു അതിന് കടന്നൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു അഡിക്ഷനിലേക്ക് വരെ പോകുന്ന ഫാക്ടർ. ഇത് തന്നെ ഓവർ യൂസ്,
ഷുഗർ നമ്മുടെ ഗ്രോത്തിനൊക്കെ ആവശ്യമാണ്, ന്യൂട്രീഷനും എനർജിക്കൊക്കെ ആവശ്യമാണ്. ഇതിൻ്റെ ഓവർ യൂസ് പക്ഷേ വളരെ വളരെ കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഒരു സൈഡിൽ ധാരാളം, ഇപ്പോൾ ഒബീസിറ്റി തൊട്ട് ഡയബറ്റീസ് വരെ, ഈവൻ അഷ്ടാംഗഹൃദയത്തിലൊക്കെ പറയുന്നത് ക്യാൻസറിന് വരെയുള്ള കോസ് ഷുഗറിൻ്റെ ഓവർ യൂസ് ആണ് എന്നൊക്കെയാണ്. അപ്പോൾ ഇത് കുട്ടികളിലേക്ക് നമ്മൾ റെഗുലർലി എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ശ്രദ്ധിച്ചറിയാം ഇവർക്ക് വരുന്ന അസുഖങ്ങളും ഇതുപോലുള്ള ഒരു സ്വീറ്റ് കഫം എന്ന് പറയുന്ന ദോഷം ഒത്തിരി കൂടുന്നത്, സ്വീറ്റ് ടേസ്റ്റ് അത് കൂട്ടുന്നതാണ്. അപ്പം അങ്ങനെ വരുന്ന അവസ്ഥകളാണ്. രണ്ടാമത്തെ ഒരു കോർ ആസ്പെക്റ്റ് ഞാൻ നോക്കിയിട്ട് ജങ്ക് ഫുഡ്സ് ആണ്. ഇത് പലപ്പോഴും ഒത്തിരി പാരൻസ് വിളിച്ച് പറയുന്നത്, ഡോക്ടറെ കുട്ടിക്ക് വിശപ്പേ ഇല്ല എന്നുള്ളത്. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല, ലഞ്ച് കഴിക്കുന്നില്ല, ഡിന്നർ കഴിക്കുന്നില്ല. ഇതിൻ്റെ ഇടയിൽ നിറയെ സ്നാക്കിംഗ് ആയിരിക്കും. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, കുറിക്കുന്ന സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ്, ഇടയ്ക്ക് പോയി കിച്ചണിൽ നിന്നോ അല്ലെങ്കിൽ ബിന്നിൽ നിന്നൊക്കെ എടുത്തിട്ട് അവർ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ പാരൻസ് ആ ഒരു സാധനത്തിന് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ്, വയറൊന്നും ഒഴിഞ്ഞാലല്ലേ വിശപ്പ് വരിക, ആ ഒരു സാവകാശം പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ലൈക്ക് ഇതിൻ്റെ അവൈലബിലിറ്റി അതുകൊണ്ട് നമ്മൾ വീടുകളിലൊക്കെ ബേക്കറി വാങ്ങുന്നത് ഒരു റയറിറ്റി ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലൊക്കെ ഇപ്പൊ എല്ലാവരുടെയും വളരെ സുലഭമായിട്ടും അതുപോലെ ഈവൻ പാരന്റ്സ് തന്നെ അത് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത് വാങ്ങി വെക്കുന്ന സിനാരിയോസ് ആണ് ഇപ്പോൾ കൂടുതലുള്ളത്. നമ്മൾ നേരത്തെ സംസാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇങ്ങനത്തെ ആഡ്സ് പാരൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ കിൻഡർ ജോയ് അത് വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ യു ആർ നോട്ട് എ ഗുഡ് ഇനഫ് പാരന്റ് എന്നുള്ളൊരു ഫീലിംഗ് വരുത്തുന്ന രീതിയിലൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്വീറ്റ് ടേസ്റ്റ്, സ്പൈസി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് പര്യൂഷിത ഭോജനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ആയുർവേദത്തിൽ. അതായത് എനിത്തിങ് ദാറ്റ് സ്റ്റേസ് ഓവർ 3 യാമാസ്, 3 യാമ ഓൾമോസ്റ്റ് ഒരു യാമ 3 മണിക്കൂറാണ്. അപ്പോൾ ഓവർ നൈറ്റ് ഇരിക്കുന്ന സാധനങ്ങൾ സ്റ്റെയിൽ ഫുഡ്സ് ആയിട്ടാണ് ആയുർവേദം കരുതുന്നത്. ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എവറിത്തിങ്, ഇപ്പോൾ റെഫ്രിജറേറ്റഡ്, റീഹീറ്റഡ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ വളരെ റെഗുലറാണ് നമ്മുടെ ഡയറ്റിൽ. ഇതെങ്ങനെ മിനിമൈസ് ചെയ്യാം എന്നുള്ളത് ഒരു കീ ആസ്പെക്റ്റാണ്. ഈ പരീക്ഷിത ഭോജനത്തിൻ്റെയൊക്കെ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത് ബ്ലഡ് ഡിസോർഡേഴ്സ് ഇവൻച്വലി ലീഡിങ് ടു കണ്ടീഷൻസ് ലൈക്ക് ആമവാദം, വാതരക്തം എന്നൊക്കെ പറയുന്നത് ആയുർവേദത്തിൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസും ഭാവിയിൽ നമുക്കിത് എങ്ങനെ വന്നു എന്ന് മനസ്സിലാവാത്തതിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ റൂട്ട് ഇവിടെ ആണെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ ഒരു റെഗുലേഷൻ ഈ ഫിസിക്കൽ ഹെൽത്തിന് വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ കൂടെ വായിക്കേണ്ട സാധനമാണ് ഇവരുടെ ഈ പറഞ്ഞ ഈറ്റിംഗ് ഹാബിറ്റ്സ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പം മിക്ക കുട്ടികളും ഒരു സൈക്ലിക് അല്ലെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് ഹാബിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത്. കാരണം ഇവർ നമ്മൾ എക്സ്പീരിയൻസ് കണ്ടിട്ടില്ലേ, എല്ലാ ദിവസവും ഒരു പെർട്ടിക്കുലർ ടൈമിൽ, ഇപ്പോൾ 8 AM ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാളുടെ ബോഡി എല്ലാ ദിവസവും ആ സമയത്ത് ഫുഡ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള കുറേ ഫിസിയോളജിക്കൽ ചേഞ്ചസ് അവിടെ വരും. കുറേ എൻസൈംസ് അതിന് വേണ്ടി റെഡിയാവും. അങ്ങനെയൊക്കെയുള്ള റെഡിനെസ് ഉണ്ടെങ്കിലും നമ്മളവിടെ ഫുഡ് ചെന്നില്ലെങ്കിൽ അത് പ്രോബ്ലമാണ്. അപ്പോൾ ഇത് റെഗുലറൈസ് ചെയ്യുക, ഈ എറാറ്റിക് ഈറ്റിംഗ് പാറ്റേണൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആക്റ്റീവായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് പല തലത്തിൽ അതിൻ്റെ ഇപ്പോൾ സൊല്യൂഷൻ പോയിന്റും കൂടി ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വീട്ടിലെ കാര്യങ്ങൾ, രണ്ടാമത് സ്കൂളിൽ ഇപ്പോൾ ക്യാൻറ്റീൻ, കിയോസ്ക്, ഇവിടെയെല്ലാം നമ്മൾ ഇത് വെൻഡിങ് മെഷീൻസും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് മിക്ക സ്കൂളുകളിലും. അവിടെയൊക്കെ എന്താണ് കുട്ടികൾ കഴിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി തന്നെ നമ്മൾ ഒരു അടുത്ത് നമ്മുടെ കൊച്ചിൻ സിറ്റി തന്നെ കേട്ടൊരു സ്കൂളിൽ കുട്ടികൾക്ക് വൈറൽ മെനിഞ്ചൈറ്റിസ് വന്നിട്ട് അഡ്മിറ്റായി എന്നുള്ളതാണ്. അത് ഒരു സെയിം സ്കൂളിൽ തന്നെയാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കൂള് പരിസരവും അവിടുത്തെ ഫുഡ് ഹാബിറ്റ്സും വെള്ളം എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇവരുടെ ചൂവിങ് ആക്ച്വലി ഇമ്പോർട്ടൻ്റാണ്. ഇതും എനിക്ക് തോന്നുന്നു ചെറുപ്പം തൊട്ടേ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കേണ്ട ഒരു സാധനമാണ്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളും ഈ തിരക്കട്ട ജീവിതത്തിൽ ഭക്ഷണം വേണ്ടത്ര ചവയ്ക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കേണ്ട ആസ്പെക്റ്റാണ്. കുട്ടികൾ പലപ്പോഴും ഈ എസ്പെഷ്യലി സ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ ഭക്ഷണം, ഇന്നിപ്പോൾ പല ആൾക്കാരും വെയിറ്റേജ് കൊടുക്കുന്നത് കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ആസ്പെക്റ്റിലാണ്. കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് എന്ത് മീൻസിലാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാലും കാണാം, കുട്ടി ഡിവൈസിൻ്റെ ഫ്രണ്ടിലായിരിക്കും, അതിൻ്റെ ഇടയ്ക്കിടെ സ്പൂൺ വരുന്നതും പോണതൊന്നും അറിയുന്നില്ല. ഇതും ശരിക്കും ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഒത്തിരി എംഫസൈസ്ഡ് ആണ്. ആയുർവേദത്തിൽ പറയുന്നത് തന്മന എന്നാണ്, അതായത് മനസ്സില്ലാതെ നമ്മൾ ആഹാരം കഴിക്കരുതെന്നാണ്. അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. അപ്പോൾ ഈവൻ റീസെൻറ്റ് സ്റ്റഡീസും ഉണ്ട്. ഇപ്പോൾ ഈ മണവും ടേസ്റ്റും ഫുഡിൻ്റെ സൈറ്റൊന്നും ഇല്ലാതെ ഭക്ഷണം വയലേക്ക് ചെല്ലുമ്പോൾ വരുന്ന ഉമിനീരിൽ ഈ സലൈവറി അമിലേസിൻ്റെയും ലൈപ്പേസിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണെന്ന്. അപ്പോൾ നമ്മുടെ ബോഡി അതിനെ സ്വീകരിക്കാൻ തയ്യാറല്ല ആ ടൈമിൽ. ഇറ്റ്സ് എൻഗേജിങ് ഇൻ സംതിങ് എൽസ്. അപ്പോൾ ആ ഹാബിറ്റ്സൊക്കെ മാറ്റുക എന്നൊക്കെ പറയുന്ന ഒരു ആസ്പെക്റ്റ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഇതിൽ ഈ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്ത് കൊടുക്കണോ എന്നുള്ളതിൻ്റെ പോലെ തന്നെ നമ്മൾ
മോണിറ്റർ ചെയ്യേണ്ട ഒരു ഫാക്ടറും കൂടിയാണ്. തീർച്ചയായും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റി ബോഡിക്ക് മാത്രമല്ല, ഈവൻ മൈൻഡിനെ നമ്മളെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന ജങ്ക് ഫുഡ് ആയിക്കോട്ടെ, ഈ കുട്ടികളിൽ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് ഒക്കെ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം വെച്ചിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് അറിയില്ല എന്താണ് പോകുന്നത്, എന്തൊക്കെയാണ് കഴിക്കുന്നതെന്നും. അതുപോലെ തന്നെ ഇപ്പം കുട്ടികളാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ, ആ ഒരു ഫാക്ടർ നമുക്കിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഒഴിച്ചു കൂടാത്തതാണ്. കാരണം കുട്ടികൾ ചിലപ്പം ഈവൻ പാരൻസിനൊക്കെ പെട്ടെന്ന് എളുപ്പത്തിലായിരിക്കാം കൊടുക്കാൻ വേണ്ടി നമ്മുടെ ഫോൺ വെച്ച് കൊടുക്കുകയായിരിക്കും. കുട്ടികൾ കഴിക്കുന്നില്ല, അപ്പോൾ ഫോൺ വെച്ച് കൊടുത്താലാണ് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നുള്ള സിനോരി ആയി മാറുകയാണ്. പക്ഷേ അതിൽ കൂടുതൽ തന്നെ കുട്ടികളുടെ ഒരു കോഗ്നിറ്റീവ് എബിലിറ്റി ആയിക്കോട്ടെ, അതുപോലെ ഇൻ്റലിജൻസ് എല്ലാം വളരെ ബാധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ. അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് പല അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ആൻസൈറ്റി, പാനിക് അറ്റാക്സും അതുപോലെ ADHD കണ്ടീഷൻസ്, അങ്ങനെ പല കണ്ടീഷൻസും വരാം. പക്ഷേ ഇതിന് പുറമെ ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഇതുപോലെ നെഗറ്റീവ് അല്ലാണ്ട് ഒരു വളരെ പോസിറ്റീവായിട്ടും കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോഴും നെഗറ്റീവാണ് കൂടുതൽ കണ്ട് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കും, അത് വെക്കരുത്, അതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വരും, കുട്ടികൾക്ക് ഇങ്ങനെ പ്രശ്നം വരും. പക്ഷേ എപ്പോഴും നമ്മളൊരു പാരൻ്റൽ കൺട്രോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്ക്രീൻ ടൈം വെക്കുമ്പോൾ. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ യൂട്യൂബിലാണ് കുട്ടികൾ ഇപ്പോൾ കുറേ ക്ലാസ്സൊക്കെ കേൾക്കുക. നമ്മൾ കോവിഡ് സമയത്തൊക്കെ കണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ഈ പ്ലാറ്റ്ഫോംസാണ് ആക്ച്വലി നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അപ്പം ഒരു ലേണിങ്ങിനായിക്കോട്ടെ, കുട്ടികൾക്ക് ഒരു ക്രിയേറ്റിവിറ്റി ജനറേറ്റ് ചെയ്യുന്ന പല ആപ്സും അതുപോലെ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഉണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ഗെയിംസ് ആയിക്കോട്ടെ, ഗെയിംസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അവരൊരു ക്രിയേറ്റിവിറ്റി, പെട്ടെന്നൊരു അറ്റൻഷൻ അവർക്ക് വളരെ കൂട്ടാൻ പറ്റും. അതുപോലെ മെമ്മറി പവർ ആയിക്കോട്ടെ, അവർക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും അത്. പക്ഷെ അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യേണ്ട കുറേ ഗെയിംസും ഉണ്ട് നമുക്ക്. അങ്ങനത്തെ ഗെയിംസ് നമ്മൾ പറഞ്ഞ പോലെ ഈ പാരൻ്റൽ കൺട്രോൾ ഭയങ്കര അത്യാവശ്യമാണ്. ഗെയിം ഡൗൺലോഡ് ചെയ്യും, ഏതൊക്കെ ഗെയിംസാണ് കുട്ടികൾ ഡൗൺലോഡ് ചെയ്യണത്, ഏതൊക്കെയാണ് കളിക്കണതെന്നൊക്കെ നമുക്ക് എപ്പോഴും മോണിറ്റർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ മൈൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യണത് പലപ്പോഴും നമ്മുടെ പിയർ ഗ്രൂപ്പ്സ് ആയിരിക്കാം, കൂടെയുള്ള കുട്ടികളായിരിക്കാം. നീ അത് കണ്ടോ, നീ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടോ, അല്ലെങ്കിൽ നീ ഈ ഗെയിം കളിച്ച് നോക്കിയോ, ഇത് ഭയങ്കര ഹരം കൂട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കാം. ഇങ്ങനെ പല ഇൻഫ്ലുവൻസസ് നമ്മുടെ പിയർ ഗ്രൂപ്പ്സിൽ നിന്ന് വരാം, അതുപോലെ എൽഡർലി കിഡ്സിൽ നിന്ന് വരാം. അപ്പോൾ ഈ പലപ്പോഴും ഈ എൽഡർലി കിഡ്സിൽ നമുക്ക് പറയാനാണെങ്കിൽ കുട്ടികൾക്ക് അവർക്ക് മോട്ടിവേഷൻ ആയിരിക്കും കൊടുക്കുക, അതുപോലെ ഒരു മെൻറ്റർ ആയിരിക്കും. നല്ല രീതിക്കും ആയിരിക്കാം, ചിലപ്പോൾ ചീത്ത രീതിക്കും ആയിരിക്കാം. ചീത്ത രീതിക്ക് എന്ന് പറയുമ്പോൾ അവരൊരു ബുള്ളിങ്ങിനൊക്കെ ഒരു ഇരയായിട്ട് മാറാലോ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് കുട്ടികൾ ബുള്ളീഡ് ആകുന്നതും അതുപോലെ തന്നെ ബുള്ളി ചെയ്യുന്നതും. കാരണം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പാരൻസ് വർക്കിംഗ് ആണ്, 2 പാരൻസും ഡുവൽ പാരൻസും വർക്കിംഗ് ആണ്. അപ്പോൾ ഈ കുട്ടികളെ ഈ പറഞ്ഞ പോലെ അവരുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് റെഗുലേഷൻ വളരെ കുറവാണ്. പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കാരണം ഇപ്പോൾ കുറച്ചും കൂടി കുട്ടികൾ ഈ പറഞ്ഞ പോലെ മീഡിയ, ഇപ്പോൾ നേരത്തെ ഡോക്ടർ മായ മെൻഷൻ ചെയ്ത പോലെ തന്നെ മീഡിയ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഗെയിംസ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഗുഡായിട്ടും ബാഡായിട്ടും. കാരണം ഗുഡായിട്ട് പറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി, കാരണം ഈ കോവിഡ് കഴിഞ്ഞ ശേഷം ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, വേറെ ഓപ്ഷൻസ് ഇല്ല, കുട്ടികൾ ഡിജിറ്റൽ ഇറയിലാണ്. ഈവൻ നമ്മളാണെങ്കിൽ പോലും, ലൈക്ക് പാരൻസ് ആയ നമ്മളാണെങ്കിൽ പോലും നമുക്ക് ഫോണില്ലാണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളാണെങ്കിലും അതിനകത്ത് ഇൻവോൾവ് ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബുള്ളിങ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വീട്ടിൽ തന്നെയാണ്. കാരണം പാരൻസ് ആണ് ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു അവരുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ ചിലപ്പോൾ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന എന്തെങ്കിലും ആകാം കുട്ടികൾ ബുള്ളീഡ് ആകാൻ. അപ്പോൾ ആ ലാക്ക് ഓഫ് ഇമോഷണൽ റെഗുലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കുട്ടികളുടെ ഇമോഷൻസ് ഒട്ടും കൺട്രോൾഡ് അല്ല. അവർക്ക് എവിടെ കൊണ്ടേ അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യണം എന്ന് പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ പോകുന്നത്. ഒന്നാമത് നമ്മുടെ ഫാമിലി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ആയിട്ട് മാറി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ 4 ചുമരിനുള്ളിലാണ് കുട്ടികൾ വളരണത് തന്നെ. ഇപ്പോൾ കൂടുതലും സിറ്റീസിൽ നോക്കുകയാണെങ്കിൽ ഫ്ലാറ്റ്സിലാണ്, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. ഇനി പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കുട്ടികളെ പിടിച്ചോണ്ട് പോവോ, അത് ചെയ്യോ, ഇത് ചെയ്യോ എന്നുള്ള ടെൻഷൻ നമ്മൾ പാരൻസിനും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു ഫാക്ടറാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിയർ ഗ്രൂപ്പ് കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷൈ ടൈപ്പ് ഓഫ് കുട്ടികളിലാണ് പെട്ടെന്ന് ബുള്ളീഡ് ആകുന്നത്. കാരണം അവർക്ക് ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അപ്പോൾ ഈവൻ അവർക്കൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഇല്ല. വീട്ടിലാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ ഒരാളില്ല. അപ്പോൾ ഈവൻ ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ കുറേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികളാണ്. അപ്പോൾ ഒരു പരിധിയുണ്ട് ടീച്ചേഴ്സിനാണെങ്കിൽ അവിടെ പോയിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവരെയും ശ്രദ്ധിക്കാൻ. പക്ഷേ ഈവൻ ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും ചെറിയൊരു കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി എന്ന് പറയുമ്പോൾ അത് പോട്ടെ, കുഞ്ഞല്ലേ, എന്നിട്ട് വെറുതെ ഒന്ന് ചീത്ത പറഞ്ഞിട്ട് പോകും. രണ്ടാമത്തെ പ്രാവശ്യം ആ കുട്ടി തല്ലി എന്ന് പറയുമ്പോൾ അത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ബുള്ളീഡ് ആകാൻ ചാൻസസ് കൂടുതലാണ്. ബുള്ളി ചെയ്യുന്ന കുട്ടികൾക്കും ഉണ്ട് ഒരു സ്റ്റോറി ബിഹൈൻഡ്.
കാരണം ഈ പറഞ്ഞ പോലെ ഈ കുട്ടിക്കൊരു എന്താ പറയുക, കുട്ടി ചിലപ്പോൾ വളർന്നു വരുന്ന സാഹചര്യം, അച്ഛനും അമ്മയുടെ ഒരു സ്വഭാവ രീതി എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ്ലി കുറ്റം പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ വർക്ക് സ്ട്രെസ് നല്ല രീതിയിലുണ്ട്, ഫാമിലി ഡിസ്പ്യൂട്ട്സ്, ഫിനാൻഷ്യൽ ഡിസ്ട്രെസ്, ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്കും. അപ്പം നമുക്ക് കംപ്ലീറ്റ്ലി അവരെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണിപ്പോൾ. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികളിലും ഈ പറഞ്ഞ ഇമോഷണൽ ഡിസ്ട്രെസ് വരും, ബുള്ളീഡ് ആകാനും ബുള്ളി ചെയ്യാനും ചാൻസസ് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ട കാര്യമുള്ളൂ. കാരണം എന്തായാലും ഇപ്പോൾ ഒരു പരിധിയുണ്ട് എല്ലാത്തിലും നമുക്ക് എന്താ പറയുക ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന്. അപ്പോൾ ആസ് പാരൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആസ് ടീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം ഇപ്പോഴത്തെ കാലത്ത് ഈവൻ ടീച്ചേഴ്സും പാരൻസും ആണ്. അപ്പോൾ അവർക്കും ഉണ്ട് അവരുടേതായിട്ടുള്ള ഡിസ്ട്രെസ്സും സംഭവം. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പ്രൊഫഷൻസിനെ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അവർക്കും പറ്റണം. കാരണം അത് പ്രൊഫഷനാണ്, വാട്ട് എവർ ഇറ്റ് ഇസ് എന്ന് പറയും. പിന്നെ അതുപോലെ പാരൻസ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി 1 മണിക്കൂറൊന്നും കുട്ടികളോട് സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുന്നൊരു കാര്യമല്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ 1 മണിക്കൂർ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി പാരൻ്റ് എന്നുള്ള നിലയിൽ അവർക്കൊരു എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന ഒരു ഡിസ്ട്രെസ് ആയിട്ട് മാറും. ശരിക്കും ഒരു സ്ട്രെസ്സിങ് എഫക്റ്റ് ആണ്. കാരണം ആ 1 മണിക്കൂർ ചിലപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റ് കുട്ടിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ, അയ്യോ ഈ ഒരു കാരണം കൊണ്ടാണല്ലോ എൻ്റെ കുട്ടിക്ക് ഇന്ന് സംഭവിച്ചത്, ഞാൻ ഇന്നലെ 1 മണിക്കൂർ കുട്ടിയോട് സ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് ചിന്തിച്ച് പോകുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആങ്സൈറ്റി ആണ്. കുട്ടിയുടെ 1 മണിക്കൂർ കൊടുക്കണം എന്ന് പറയുമ്പോൾ പലരും അതിനെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് രീതിയിലാണ് കാണുക. അതായത് 1 അവർ ഈ 8 to 9 എന്നുള്ള രീതിയിൽ ഒരു റൂമിലിരിക്കുക എന്നുള്ളതല്ലല്ലോ. അതിനാണ് അവിടെ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ് പോലും എൻഗേജ് ചെയ്ത് ആ കുട്ടിയുടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഒത്തിരി ഡിഫറൻസ് ഉണ്ടാക്കും. ഇത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പാരൻസ് വർക്ക് ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യണ്ട. ഒന്ന് സംഭവിച്ച വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ നടന്ന കാര്യങ്ങൾ ദേ മൈറ്റ് കം വിത്ത് ഒരു വലിയൊരു ന്യൂസ് ഷെയർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിലായിരിക്കും വരിക. അപ്പോൾ പാരൻസിന് ഓൺ ദ ഫ്ലിപ്പ് സൈഡ് ഇവർക്ക് വേറെ തോട്ട്സ് ആയിരിക്കാം. അതായത് ഇവർക്ക് കുട്ടികൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമാണ്, പക്ഷെ ഒരു വളരെ ടയറിങ് ഡേ ആണ്, അപ്പോൾ എനിക്കൊന്ന് ഷവർ എടുത്തിട്ട് വരണം, അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ജേംസ് ഒന്നും കുട്ടികളുടെ മേത്ത് വരരുത്, നമ്മൾ ഒരുപാട് പേരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് വരികയാണ്, അപ്പോൾ ഒന്ന് ക്ലീൻ ആവണം, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ നമ്മളത് ഡിലേ ചെയ്യുമ്പോൾ അവർ ഇന്നൊരു സംഭവം ഉണ്ടായി അറിയണോ എന്ന് ചോദിച്ചു വരുമ്പോൾ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ എന്ന് പറയുന്ന ആ ഗ്യാപ്പിൽ അവൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ് തളർന്നു. പിന്നെ നമുക്ക് ആ ഒരു മൂഡ് റീക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഓക്കെ പിന്നെ ഡൈനിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ ഇരുന്നിട്ട് എന്തോ പറയാണ്ടായിരുന്നു, ദേ മൈറ്റ് സേ ദ സ്റ്റഫ്, പക്ഷേ ഇവർക്ക് ഞാനിങ്ങനെ ഒരു കാര്യമായിട്ട് വന്നപ്പോൾ കേൾക്കാൻ അവരുണ്ടായിരുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരും. ഈ ബുള്ളിയുടെ കാര്യത്തിലും പലപ്പോഴും ഇതാണ്. എൻ്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഡോക്ടർ അഗ്നിവേശ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. അതായത് അടി കൊള്ളുന്നവനേക്കാൾ പേടിയാണ് അടിക്കുന്നവനെന്നുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു ബുള്ളിയുടെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അതാണ്. ദേ ആർ ഡൂയിങ് ഇറ്റ് ഔട്ട് ഓഫ് മോസ്റ്റ്ലി ഔട്ട് ഓഫ് സം കൈൻഡ് ഓഫ് ഫിയർ. അത് വാലിഡേഷൻ ആവാം, ഡോമിനൻസ് ആവാം, അല്ലെങ്കിൽ അവർക്ക് ആ പിയർ ഗ്രൂപ്പിലുള്ള അവരുടെ ഇത് പോവും എന്നൊക്കെ പേടിച്ചിട്ടുള്ള കാര്യങ്ങളാവാം. ഈ സോഴ്സ് ഒരു പക്ഷേ ഇപ്പം ശരിയാണ്, ഒരു കോമൺ സോഴ്സ് എന്ന് പറയുന്നത് അവരുടെ കയ്യിലുള്ള ഡിവൈസുകളും അവർ കാണുന്ന സാങ്കേതികത തന്നെയാണ്. പക്ഷേ അവിടെയും അവരാണോ കുറ്റക്കാർ? കാരണം ഡിവൈസ് ഒരിക്കലും അവർ വാങ്ങുന്നതല്ല, പാരൻസ് വാങ്ങുന്നതാണ്. അവർ അറിഞ്ഞോ അറിയാതെ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും അവരുടെ കാര്യങ്ങൾ നടന്നു കിട്ടാനോ മറ്റോ ആയിരിക്കും. അത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെയാണ് ആ ഒരു ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കുക എന്നുള്ളൊരു ഇത് പറയുമ്പോൾ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പാരൻ്റൽ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് വേറൊരു ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അതായത് എല്ലാ ഡിവൈസിലും ആപ്സിലും ഒക്കെ ഇപ്പോൾ അതിനുള്ള സംവിധാനമുണ്ട്. ഇത് ആരാണ് യൂസ് ചെയ്യേണ്ടവർക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെ സെറ്റിങ്സ്, ഇപ്പോൾ ചിലത് കുട്ടികൾക്ക് പറ്റിയതാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത്. ഈവൻ മൂവീസിൻ്റെ ആണെങ്കിലും റീസെൻ്റ്ലി ഒത്തിരി കോൺട്രവേഴ്സിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാധനമല്ലേ. ഇത് ലിറ്ററലി ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അവർക്ക് പറ്റാത്ത മൂവി ആണെങ്കിൽ പോലും സിനിമ കാണാൻ പോകുമ്പോൾ പാരൻസിന് മാത്രം പോകാൻ പറ്റും, ചിലപ്പോൾ കുട്ടികളെയും കൂടെ കൊണ്ടുപോകേണ്ടി വരും. ഇത് ആ ടിക്കറ്റ് ചെക്കറിൻ്റെ അടുത്ത് അവർ വഴക്കടിക്കും, ഞങ്ങൾ പൈസ കൊടുത്തതല്ലേ പിന്നെ കൊണ്ടുപോകണം. അപ്പോൾ ഇവർക്ക് പറയാമെന്നല്ലാതെ എന്താ ചെയ്യുക? അത് ആ കുട്ടീനെ എങ്ങനെ ബാധിക്കുന്നുള്ളത് ആ പാരൻറ്റിൻ്റെ ഒരു ചിന്തയിൽ വരേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ മൂവീസ് ഇറങ്ങുന്നതിലല്ല പ്രശ്നം, ഇത് ആർക്കൊക്കെ കാണും. അപ്പോൾ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിയേറ്ററിലൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും OTT വന്നു കഴിഞ്ഞാൽ ഈ ടാബൊക്കെ തന്നെയാണ് കുട്ടികളുടെ കയ്യിലുള്ളത്. ആ പ്രൊഫൈലൊന്നും ഇവരങ്ങനെ ശ്രദ്ധിക്കുന്നൊന്നും ഉണ്ടാവില്ല. ഇതിൽ ഈ
സംഭവിക്കുന്ന വേറൊരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവൈസ് കുട്ടികൾക്ക് അങ്ങ് ഗ്രാൻഡഡ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു കൂടുതലും ആ കോവിഡ് ടൈമിൽ തുടങ്ങിയ ഒരു ട്രെൻഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് ഡീപ്ലി കണക്റ്റഡ് വിത്ത് ദ കിഡ്സ് ഡിറക്റ്റ് എഡ്യൂക്കേഷൻ. അവർക്ക് അവരുടെ പഠനത്തിൻ്റെ സാധനങ്ങൾ, ഹോംവർക്കോ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയലോ ഇതൊക്കെ ടീച്ചേഴ്സ് അയക്കുന്നത് വാട്സപ്പിലാണ്. അല്ലെങ്കിൽ കുട്ടികളുടെ ആ ഒരു സ്റ്റഡി ഗ്രൂപ്പിന് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലാണ് അത് നടക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ള അങ്ങനെ ഒരു മിഥ്യാധാരണ എന്ന് ഞാൻ പറയുള്ളൂ. അത് പാരൻസ് അങ്ങനെ ഒരു തോട്ട് വന്നിട്ടാന്ന് തോന്നുന്നു കുട്ടികൾക്ക് അങ്ങ് കൊടുത്തേക്കാണ് ഫോൺ. അപ്പോൾ സ്കൂൾസിൽ എന്നാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ മെസ്സേജസ് അയക്കുന്നത് പാരൻസിന് വേണ്ടിയിട്ടാണ്. ഇത് പാരൻസ് വേണം ഇത് കുട്ടികളിലേക്ക് ഡെലിവറി ചെയ്യാൻ. അപ്പോൾ ആ ഒരു ലൂപ്പ് ഒന്ന് ബൈപ്പാസ് ചെയ്യാനോ മറ്റോ ഒക്കെ ഇവരങ്ങ് കൊടുത്തേക്കും. ഇത് പഠനത്തിൽ ഉപയോഗിക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ടൂളല്ലേ, എന്തും അതിൻ്റെ അകത്ത് കാണാം. നാച്ചുറലി കുട്ടികളെ എങ്ങോട്ടാണ് ഡീവിയേറ്റ് ചെയ്യുക ആ സാധനങ്ങളിൽ. അപ്പോൾ അവിടെയൊക്കെ ഇതിൻ്റെ അകത്ത് ഈ പാരൻ്റൽ കൺട്രോൾസ് സെറ്റ് ചെയ്തിട്ട് ഇത് കൊടുക്കാനുള്ളൊരു 1-2 സ്റ്റെപ്പാണ്. അത് പക്ഷേ പലപ്പോഴും മിസ്സായി പോകും. ഇത് എൻ്റെ കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് കണ്ടപ്പോൾ എന്താ അവനും ലോകം അറിയട്ടെ. ഇത് അങ്ങനത്തെ ഒരു ലോകം അറിയലല്ല. ഇത് അറിവിൻ്റെയൊക്കെ എത്ര കണ്ട് കൊടുമുടികൾ ഇൻ്റർനെറ്റിലുണ്ടോ ഈ ചതിയുടെയൊക്കെ അത്ര കണ്ട് പടുകുഴികളും ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു സ്കൂളിൽ ഇൻട്രാക്ട് ചെയ്തപ്പോൾ അവിടെ ഒരു ഫാദർ ജെയിംസ് ഉണ്ട്. ആൾ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ രാത്രി ഉറക്കമുളച്ച് ഇരിക്കൽ കുട്ടികൾക്ക് ഭയങ്കര ഒരു കൂൾ സംഭവമാണ് എന്നുള്ളത്. അപ്പോൾ ഇത് ശരിയാണ്, ബയോ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഓരോ ചില കുട്ടികൾ ഇപ്പോൾ നാച്ചുറലി രാവിലെ, ഇപ്പോൾ എൻ്റെ മകൻ നേരത്തെ എണീക്കാൻ, നമ്മൾ രാവിലെ എണീക്കുന്നതിനൊപ്പം തന്നെ അവനും എണീക്കും. പക്ഷെ മോള് രാത്രിയാണ് കൂടുതൽ ആക്റ്റീവ്. അത് അവരുടെ ഒരു ബയോളജിക്കൽ അലൈൻമെൻറ്റ് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ കൂടുതൽ കുട്ടികളും ഇലോൺ മസ്ക് രാത്രിയാണ് വർക്ക് ചെയ്യുന്നത്, AR റഹ്മാൻ രാത്രിയാണ്. റീസൺ സോ ദർ ഓൾ അവരുടെ ഐക്കൺസ് ആണ്. അപ്പോൾ അവർക്കതാവാമെങ്കിൽ എൻ്റെ ഒരു പക്ഷേ ഇവരവിടെ രാത്രി എണീറ്റ് എന്ത് ചെയ്യണോ അതല്ല ഇവർ എണീറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ഭൂരിഭാഗം പാരൻസും ഇവർ വിചാരിക്കുന്നത് ഈ ടൈമിൽ ഇവർ പഠിക്കുകയാണ്, ഇവർ ഫോൺ വേണം, അപ്പോൾ ഞാൻ രാത്രിയാണ് പഠിക്കുന്നത്, അപ്പോൾ എനിക്ക് തന്നേക്കും. പാരൻസിന് ഇവരുടെ കൂടെ എണീറ്റിരുന്ന് ഇവർ പഠിക്കുന്നത് കുത്തിരുന്ന് നോക്കാൻ പറ്റില്ല, അവർക്ക് പിറ്റേ ദിവസം ജോലിക്ക് പോകണം. അപ്പോൾ ഇവരുടെ ഒരു ട്രസ്റ്റിൻ്റെ പുറത്തും കമ്പൾഷൻ്റെ പുറത്തും നിവർത്തിയേണ്ട പുറത്തും ഇവർ ആ ഡിവൈസ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഇവരിത് ഏത് ലോകത്തേക്കാണ് പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു കയ്യും കണക്കുമില്ല. പക്ഷേ ആത്യന്തികമായിട്ട് സംഭവിക്കുന്നത് ഇവരുടെ സ്ലീപ്പ് കോംപ്രമൈസ്ഡ് ആവും. ഈ കുട്ടികൾ ഉറങ്ങിയില്ലെങ്കിൽ അത് ഭയങ്കര അപകടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു ഗ്രോത്തിനെ തന്നെ, ഒരു ഹെൽത്തി ബ്രെയിൻ ഗ്രോത്തിനെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കാം. ഇപ്പോൾ സംഭവിക്കുന്നത് ഏറെക്കുറെ അതേപോലെയാണ്. കാരണം രാവിലെ വാൻ വരുന്നതിന് അരമണിക്കൂർ മുമ്പാണ് കുട്ടി എണീക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അവൻ ആ ഹോൾ ഡേ ഈസ് സ്ലീപ്പി, ഈസ് ടയർഡ്, ഹി ഓർ ഷീ. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇവർക്ക് ഈ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകേണ്ട സാഹചര്യം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വെട്ടി വിഴുങ്ങി പോകേണ്ട പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു വിഷ്യസ് സർക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഈ ഉറക്കം കുറയാനുള്ളതിൻ്റെ ഒരു കോർ റീസൺ എന്ന് പറയുന്നത് ഡിവൈസിൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആകും. അത് ഈ പറഞ്ഞ പോലെ ഒത്തിരി റിവാർഡിംഗ് ആണ്. കുറേ സാധനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദ നീഡ് ഫോർ ഫിസിക്കൽ ആക്ടിവിറ്റി ഡ്വിൻഡിൽസ്. ഇത് ബൈ ഡിഫോൾട്ട് കുട്ടികൾ ഓടിക്കളിക്കാൻ ഡിസൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവരുടെ താല്പര്യം അത് തന്നെയാണ്. പക്ഷേ അതിൽ കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനം അവരുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അവർ പോലും അറിയുന്നില്ല, അവരങ്ങനെ ഇരുന്ന് പോവാണ്. അങ്ങനെ എത്ര നേരം വരെ ഇരിക്കാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ദേഷ്യം കൂടുന്നു, മറ്റ് പല ഇമോഷണൽ പ്രോബ്ലംസ് വരുന്നു. ദാറ്റ് അപ്പാർട്ട് അവരുടെ ബോഡീനെ അത് വളരെ സാരമായിട്ട് ബാധിക്കുകയാണ്. ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ലാതെ അത് ഗ്രൗണ്ട്സ് കുറഞ്ഞു എന്നൊക്കെ ഒരു കംപ്ലൈൻ്റൊക്കെ ഞാൻ പൊതുവെ കേൾക്കാറുണ്ട്, ആൾക്കാർ പറഞ്ഞ് ഗ്രൗണ്ട്സ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് പകരമായിട്ടുള്ള സൊല്യൂഷൻസും വന്നിട്ടുണ്ട് ധാരാളം. ഇപ്പോൾ ഈ ശരിയാണ്, അവിടെയൊക്കെ ഒരു പേയ്മെൻറ്റ് ഇതൊക്കെ വരുന്നുണ്ട്. സ്കൂളുകളിലുണ്ട് ഗ്രൗണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് കുറഞ്ഞാണ് പ്രശ്നമെങ്കിൽ കുട്ടികൾ സ്കൂളിൽ കളിക്കുന്നുണ്ടോ നോക്കിയാൽ മതി. ഇതെല്ലാ സൗകര്യം ഉണ്ടായിട്ടും ഈ ഗ്രൗണ്ട്സ് യൂട്ടിലൈസ് ചെയ്യാത്തതാണ് മെജോറിറ്റി കേസുകളും. നന്നായിട്ടൊന്ന് ഓടിക്കളിച്ചാൽ തന്നെ ഈ പറഞ്ഞ സമയത്ത് ഉറങ്ങാനും സമയത്ത് വിശപ്പ് വരാനൊക്കെ ഒരു സഫിഷ്യൻ ഇതാണ്. പിന്നെ ഇത് ഞാനൊരു വിഷ്വൽ സർക്കിളാന്ന് പറഞ്ഞല്ലോ. പലപ്പോഴും ഈ ഉറക്കം കുറയണു, ഭക്ഷണം ശരിയാവാണ്ട് വരണു, ഇത് സ്വാഭാവികമായിട്ട് ഇവരുടെ പഠനത്തെയും മറ്റുമൊക്കെ ബാധിക്കാൻ തുടങ്ങും. ഇവരിപ്പോൾ സ്പോർട്സിന് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ പെർഫോമൻസിനെ ബാധിക്കാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇതാണ് പലപ്പോഴും പല സബ്സ്റ്റൻസിൻ്റെയും സ്കൂൾ തലത്തിലെ ഒരു എൻട്രി പോയിന്റ്. സ്കൂളിൽ കുട്ടികൾ ഇതിന് എക്സ്പോസ്ഡ് ആവുന്നത് ഇത് എൻജോയ് ചെയ്യാനോ എന്താണെന്ന് ട്രൈ ചെയ്യാനോ അങ്ങനെയൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ താഴേക്ക് പോകാനുള്ളൂ, എനിക്ക് എങ്ങനെ ഇത് ബൈപ്പാസ് ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷയുടെ തലേദിവസം എടാ നീ സാധനം അറ്റൻഷനിലിരുന്ന് പഠിക്കാം, എല്ലാം ഓർമ്മയിലുണ്ടാവും, നല്ല ജില്ലായിട്ട് എഴുതാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പോർട്സിനാണെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസുകൾ ഒരുപാട് സ്കൂളുകളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇത്
ഇതാണ് അവൻ്റെ ഒരു കോമൺ എൻട്രി പോയിന്റ്. അപ്പോൾ ഇത് പരിഹരിക്കേണ്ടത് സേ നോട്ട് ടു ഡ്രഗ്സ്, ഓൾ ദാറ്റ് ഇസ് ഗുഡ് ഫൈൻ. പക്ഷേ ആ ഒരു ഇൻഡിവിജ്വൽ, നേരത്തെ നമ്മൾ ആ മൈൻഡിൻ്റെ ആസ്പെക്റ്റ് പറഞ്ഞില്ലേ, ബോഡിയുടെ ഇമ്മ്യൂണിറ്റി എങ്ങനെയാണോ അതേപോലെ മൈൻഡിനും ഒരു ഇമ്മ്യൂണിറ്റി വേണം. അതായത് ഒരു റെസിലിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമുക്ക് ഇവിടെ പരിമിതികളുണ്ട്. ഈ ഡിവൈസ് കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നതിനാണെങ്കിലും ആത്യന്തികമായിട്ട് ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു പ്രതിരോധ ശക്തിയല്ലേ. അതായത് എപ്പോഴും ഓരോ സാധനങ്ങളും നമ്മൾ എക്സ്പോസ്ഡ് ആയിരിക്കും. പക്ഷേ എന്ത് സ്വീകരിക്കാം, എന്തിനെ ചെറുക്കാം, എന്തിനെ നശിപ്പിക്കാം എന്നുള്ളത് ആ ഇമ്മ്യൂൺ സിസ്റ്റമാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ മൈൻഡിനൊരു ഇമ്മ്യൂൺ സിസ്റ്റം വേണം. ഇത് എനിക്ക് നല്ലതല്ല, ഞാനിങ്ങനെ ഉറക്കമുളച്ച് കണ്ടുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കിത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, ഞാനിങ്ങനെ ആഹാരം സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇത് സ്വയം ആ വ്യക്തി, ആ കുട്ടി റിയലൈസ് ചെയ്ത് ഇൻട്രിൻസിക്കലി ഈ ഡിസിഷൻസിലേക്ക് അവർക്ക് വരാൻ പറ്റണം. ഐ ഷുഡ് സ്റ്റോപ്പ് ദിസ് എന്നുള്ളത്. അതാണ് ഏറ്റവും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഹോൾസം ആയിട്ടുള്ള ഒരു ഒരു കൺട്രോൾ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ കുറേ ബലം പ്രയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റീസെൻ്റ് ആയിട്ട് ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത കൂട്ടത്തിലാണ് ഇപ്പോൾ ജസ്റ്റ് റീസെൻ്റ് ആയിട്ട് ഒരു കുറച്ച് കോൺവെർസേഷൻസ്, അതായത് 10ാം ക്ലാസ്സിലോ 9ാം പഠിക്കുന്ന കുട്ടികളുടെ കോൺവെർസേഷൻസ് ഡീകോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുട്ടികൾ സംസാരിക്കുന്ന വിഷയം തന്നെ ഡ്രഗ് ഡീലേഴ്സിനെ കുറിച്ചാണ്. എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത് സാധനം, ഇതിങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും, കുറേ വാക്കുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ജനറേഷനിൽ. അപ്പോൾ ഇതിങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും, അങ്ങനെ സ്കോർ ചെയ്യാം, അവരുടെ അടുത്ത് ഇത്രയാണ്, അവർ 1 ഡീലേഴ്സാണ്, ഡയറക്റ്റ് മേടിക്കാൻ പോകും. അങ്ങനെയൊന്നും നമ്മളതിൽ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കുട്ടികളിങ്ങനെ അങ്ങനത്തെ വാക്കുകൾ, എനിക്കൊന്ന് സ്കോറിങ് ചെയ്യുക, അതുപോലെ ഇത്ര രൂപ എന്തോ ഒരു എമൗണ്ട് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ കറക്റ്റായിട്ട്. അതായത് എന്താ പറയുക, അവരുടെ കമ്മ്യൂണിക്കേഷൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ ആൾക്കാർ തമ്മിൽ ഡീൽ ചെയ്യുമല്ലോ, അതേപോലത്തെ ഒരു ഇൻട്രാക്ഷൻ ആണ് ആ കുട്ടികൾ തമ്മിൽ. എത്ര കിട്ടൂടാ, അവനെ വിളിച്ചാൽ കിട്ടുമോ, നമുക്ക് ഡയറക്റ്റ് ഡീൽ ചെയ്യാൻ പറ്റുമോ, ഇതുപോലെയൊക്കെയാണ് കുട്ടികൾ സംസാരിക്കുന്നത്. ശരിക്കും ആ ഒരു കോൺവെർസേഷൻ ലൈവായിട്ട് നമ്മൾ കേട്ടപ്പോൾ ഞങ്ങളിങ്ങനെ കൊള്ളാം, നല്ല അതെ തീർച്ചയായിട്ടും അത് ഇത് ചെയ്താൽ എനിക്കെന്ത് കിട്ടും. ഒരു അർത്ഥത്തിൽ അത് നല്ലതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു തൊണ്ട തൊടാണ്ട് വിഴുങ്ങുന്നില്ല. അതെ, ഇത് വേണോ വേണ്ടോ എന്നുള്ളൊരു ആലോചന അവർക്കുണ്ട്, എനിക്കെന്താണെന്നുള്ളത്. പക്ഷേ അതിന്റെ വാല്യൂ പോയിന്റ്സ് ഒക്കെ വേറെ എവിടെയാണ് കിടക്കുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് നല്ല ഐഡിയാസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. കാരണം ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു കണക്കിന് നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റിയ ഇവന്മാർ ഈ പറഞ്ഞ പോലെ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ വോയിസ് മെസ്സേജ് അയച്ചതുകൊണ്ടാണ് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ. പക്ഷെ അതല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവർക്ക് എവിടുന്ന് ഈ ഇൻഫർമേഷൻസ് കിട്ടുന്നത്. ഇപ്പം നേരത്തെ ഡോക്ടർ മായ മെൻഷൻ ചെയ്ത പോലെ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, അതായത് ഒരു ഹയർ മെമ്പർ ഉണ്ടെങ്കിൽ എന്തായാലും സ്വാഭാവികമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കുട്ടികൾ പുറത്തിറങ്ങി നടക്കും, കളിക്കും. പിന്നെ ഡോക്ടർ നിമിൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ അത്ലറ്റിക്സ് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ പ്രോട്ടീൻ പൗഡർ ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. പ്രോട്ടീൻ പൗഡർ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഉഷാറായിട്ട് ഓടാം, ഒന്നും കഴിച്ചില്ലെങ്കിലും പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ മതി, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഈവൻ എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ പോലും അങ്ങനെയൊക്കെ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. കാരണം നമ്മളും കുട്ടികളാണല്ലോ. അപ്പോൾ ആ സമയത്ത് കേട്ടോ, ഇപ്പോഴല്ല, ഇപ്പോൾ കുറച്ചും കൂടി ബോധം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്ന് ആ കുട്ടികളുടെ ഉള്ളിൽ ഇതുപോലെ ജോയിൻ്റ് അടിച്ച അങ്ങനെ എന്തോ ഒരു സാധനം, അത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര ധൈര്യമായിരിക്കും. കുട്ടികളുടെ ഇടയിലുള്ള കോൺവെർസേഷൻസ് ആണത്. ഈവൻ ചെറിയ മക്കൾ വരെ, അതായത് ഇപ്പോൾ എന്താ പറയുക, ചെറിയ കുട്ടികളുടെ ഉള്ളിൽ വരെ ഈ വക തോട്ട്സ് വന്നു. അതിന് ഒന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, റീസെൻ്റ്ലി വന്ന കുറേ മൂവീസ്, ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഏത് കാണണം കാണണ്ട എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യം തന്നെയാണ്. അതെ, ഈവൻ തിയേറ്ററിൽ നമ്മൾ കുറെ കട്ട് ചെയ്ത് പോയാലും OTT പ്ലാറ്റ്ഫോംസിലൊക്കെ ഇതൊക്കെ സുലഭമായിട്ട് കിട്ടാണ്. ഇതിനൊക്കെ റെഗുലേഷൻസ് വരുന്നുണ്ട്, നിയമങ്ങൾ, അത് അതിന്റെ വഴിക്ക് നടക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ പാരന്റ്സും കുട്ടികളും തന്നെയാണ് അതിൻ്റെ അകത്ത്. തീർച്ചയായിട്ടും ഏത് സിനിമയുടെ മുകളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും മറ്റേ +7, 7+, 13+ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെയ്യണോ വേണ്ടയോ, നമ്മൾ കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് ചെയ്യേണ്ട ഉത്തരവാദിത്വം എൽഡേഴ്സ് ആയിട്ടുള്ള നമ്മൾക്കാണ്. അതായത് ആസ് എ പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും. ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരെ ഫിലിമിന് കൊണ്ടുപോകുന്ന ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഈവൻ പണ്ടൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ സൈഫൈ മൂവീസൊക്കെയാണ് കുട്ടികളെ കാണിച്ചുകൊണ്ട്. ഇപ്പോൾ കുറേയും കൂടി ഫിലിമിക് ആയിട്ടുള്ള, ഇപ്പോൾ ടൂർ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു സെക്കൻഡ് ഷോന് കയറാമെന്ന് പറഞ്ഞ കുട്ടികളെയും കൊണ്ട് ഈ അത് ഏതെങ്കിലും ഒരു സിനിമ, അതായത് കുട്ടികൾ എൻജോയ് ചെയ്യണം. ജസ്റ്റ് ആ ഒരൊറ്റ സാധനമുള്ളൂ, കുട്ടികൾ എൻജോയ് ചെയ്യണം. അപ്പം അതിന് ഏത് പടമാണെങ്കിലും കുഴപ്പമില്ല. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും ഒരു മൂവി ടൈം ഉണ്ട്. ഭയങ്കര ബോറിങ് മൂവിയൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മൾ കണ്ടേ പറ്റുള്ളൂ. പക്ഷെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ അതായത് നമുക്ക് മോട്ടിവേഷനായിട്ട് എഡ്യൂക്കേഷൻ പർപ്പസ് എന്നുള്ള രീതിയിലാണ്. അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇപ്പോൾ സ്കൂളിലില്ല. കാരണം കുട്ടികൾ എൻ്റർടൈനിങ് ആയിട്ട് ഈവൺ ഇപ്പോൾ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തന്നെ
കുറേം കൂടി എന്താ പറയാ ലിറ്ററലി കാണിക്കാൻ തുടങ്ങി. ആനുവൽ ഡേ ഫംഗ്ഷൻസിലൊക്കെ കുട്ടികൾ എന്താ പറയുക ഓരോന്ന് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ യൂസ് ചെയ്യുന്ന വാക്കുകളും മിമിക്രി മറ്റേ മോണാക്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന കുറേ സംഭവങ്ങൾ അതിട്ട് നമ്മളെല്ലാവരും കൈയടിച്ചത് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. അപ്പം ചില സ്ഥലങ്ങളിൽ നിന്ന് നിർത്തേണ്ട ഉത്തരവാദിത്വം ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പഠിപ്പിച്ചു വിടുന്ന പാരൻസിനും ഉണ്ട് അതിന് തുല്യമായ ഇത്. ഇതിൻ്റെ അതൊരു വലിയ റീസൺ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ ആ, ഒരു പാരൻ്റ് അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നതിന് പകരം ഇവരുടെ ഒരു അപ്രീസിയേഷൻ അല്ലെങ്കിൽ കയ്യടി അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ കൂടുതലും ഫ്രണ്ട്ലി ആവാൻ നോക്കും. ലൈക്ക് യു ഷുഡ് ഓൾവേസ് ബി ഫ്രണ്ട്ലി. മലയാളത്തിലൊരു ചൊല്ല് തന്നെ ഉണ്ട്, ഇപ്പോൾ തല്ലോളം ചെല്ലില്ല അണ്ണൻ തമ്പി എന്ന് മറ്റോ പറഞ്ഞിട്ട്. അതായത് ഒരു തല്ലാണ് അൾട്ടിമേറ്റ്. ഇത് പലപ്പോഴും പല കുട്ടികളും തല്ലിനെ പേടിച്ചിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഈ പാരൻറ്റിങ് സ്റ്റൈൽസൊക്കെ മാറണു, അതിൻ്റെ അപ്രോച്ച് മാറണു. ഈ കുട്ടികളെ തല്ലണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ തന്നെ പാരൻസിൻ്റെ ഇടയിലുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ സബ്സ്റ്റൻസുകളുടെ ഈ പല അഡിക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ അതിൻ്റെ എൻട്രി പോയിൻറ്റ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചു, എങ്ങനെയാണ് ഇവരിലേക്ക് ഇത് എത്തുന്നതെന്നുള്ളത്. ഇതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളും ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ ഒരു ടീച്ചർക്കോ ഒരു പാരൻറ്റിനോ കുട്ടി അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് ആ കുട്ടി പറയാതെയോ മറ്റെന്തെങ്കിലും പ്രോബ്ലത്തിലൂടെ അറിയാതെ നേരത്തെ തന്നെ മനസ്സിലാക്കാനുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഒരു പാരൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുന്ന ആ ഒരു ഇതാണല്ലോ. അപ്പം ഫസ്റ്റ് നമ്മൾ ശ്രദ്ധ തുടങ്ങുന്നത് തന്നെ വീട്ടിൽ നിന്ന് തന്നെയാണ്. ചിലപ്പോൾ ഇതുവരെ അതായത് ഇത്രയും നാൾ കുട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം കാണിക്കുക. പറയുകയാണെങ്കിൽ ഇമോഷൻസ് തന്നെ അഗ്രഷൻസ് കാണിച്ചു തുടങ്ങുക. അതായത് ഇപ്പം നമ്മൾ ഒരു കുട്ടീനോട് ഇപ്പം എന്തെങ്കിലും മോളേത് കഴിക്കുക എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ ഒരു കുഴപ്പമില്ലാതെ കഴിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഇപ്പോൾ സ്വീറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ കുഴപ്പമില്ല ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് വളരെ റെസ്പെക്ട്ഫുള്ളി സംസാരിച്ചൊരു കുട്ടി പെട്ടെന്നായിരിക്കും എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അത് ചിന്തിക്കാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ഫേസ് ആവാം, പിന്നെ ഒബ്വിയസ്ലി ട്രാൻസിഷൻ ഫേസ് ആവാം. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടി അഗ്രഷൻസിലോട്ട് വരുന്നുണ്ട്, അത് വയലൻസ് കാണിക്കാൻ തുടങ്ങി, ചിലപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ കാണിച്ച് നമ്മൾ അടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറിയ സൈൻസ് ആൻഡ് സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തു. അതായത് എന്തോ കുട്ടീനെ എഫക്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ ഒരു റീസണിങ്. ഈ ഇമോഷണൽ റെഗുലേഷൻസ് ഒന്നും അവർക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജ് ആയിട്ട് മാറുകയാണ്. അതെ അതെ, അവർക്ക് ഇത്രയും കാലം വളരെ സോഫ്റ്റ് ആയി പറഞ്ഞ പോലെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം, പെട്ടെന്നായിരിക്കും അവർ അഗ്രസീവ് ആവുക. അതുപോലെ തന്നെ അവർ ഡെയിലി ഇപ്പോൾ രാവിലെ എണീറ്റ് ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഈ ലാക്ക് ഓഫ് സ്ലീപ്പ് വരാം ചില സമയത്ത്. അതുപോലെ അവർക്ക് ആ ഒരു ബയോളജിക്കൽ ക്ലോക്ക് നേരം മാർഗം ഫോളോ പറ്റാത്ത കുറേ സിറ്റുവേഷൻസ് വരികയാണ്. ആ ടൈമിലൊക്കെ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കാൻ വൈകുന്നു, അവർക്ക് ഭക്ഷണം വേണ്ട, വിശപ്പില്ല, അല്ലെങ്കിൽ ഭക്ഷണം പാരൻസ് ഫീഡ് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് ഓക്കാനേ വരിക, അവർക്ക് തീരെ കഴിക്കാൻ പറ്റുന്നില്ലാത്ത സിനാരിയോസ് വരിക. അതുപോലെ വെയിലത്ത് നടക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആവും. വളരെ ലൈറ്റ്സിനായിക്കോട്ടെ സൗണ്ടിനായിക്കോട്ടെ അവർക്ക് തീരെ ഇതൊന്നും ലൗഡ് വോയിസ് ഒന്നും കേൾക്കാൻ പറ്റില്ല. അപ്പോൾ പാരൻസ് ഓട്ടോമാറ്റിക്കായിട്ട് ഒച്ച എടുക്കുമ്പോൾ അവർ അഗ്രഷൻ കാണിക്കുക, അതുപോലെ റൂം അടച്ചിരിക്കുക. അവർക്ക് ഇതൊന്നും പറ്റില്ല. അവർക്കൊരു സോഷ്യൽ ലൈഫിനെ ഈവൻ അത് സോഷ്യൽ ലൈഫിനെ കൂടി ബാധിക്കുകയാണ് അവരുടെ. അതെ, സെൽഫ് എസ്റ്റീമിന് അത് ബാധിക്കും. കാരണം ആരെങ്കിലും ഒരാൾ കുട്ടീനോട് അതായത് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഇതെന്താണ് മര്യാദക്കൊന്നും മുടികെട്ടാത്ത എന്ന് വെറുതെ ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ സെൽഫിനെ ബാധിക്കുന്നതിൻ്റെ സിറ്റുവേഷനിലോട്ട് പോകും. അപ്പം തന്നെ കുട്ടി ഈ പറഞ്ഞ പോലെ ഐസൊലേറ്റ് ചെയ്യാൻ തുടങ്ങും. അതൊക്കെ ഫസ്റ്റ് സയൻസ് സിംറ്റം. പിന്നെ സ്കൂളിലോട്ട് പോവുകയാണെങ്കിൽ ക്ലാസ് ഭംഗിയില്, അതുപോലെ തന്നെ പെട്ടെന്ന് നന്നായി പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ പോട്ടെ ഒരു എബോവ് ആവറേജ് പഠിക്കുന്ന കുട്ടിയായിരിക്കാം, സഡൻ ഡ്രോപ്പ് ആയിരിക്കും അവരുടെ അക്കാഡമിക് പെർഫോമൻസ് ഒക്കെ. ഈവൻ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ വളരെയധികം ഊർജ്ജമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയി പങ്കെടുക്കുന്ന കുട്ടികളായിരിക്കാം. പെട്ടെന്നായിരിക്കും അവർ അതിന് ബാക്ക് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ അവരുടെ പെർഫോമൻസിനൊക്കെ നല്ല രീതിയിൽ അത് ബാധിക്കാറുണ്ട്. സമ്മറൈസ് ചെയ്യാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു പാരൻസിന് ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണല്ലോ പാരൻസും ടീച്ചേഴ്സിനും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ അത് എടുത്തു ചാടി നീ ഡ്രഗ്സ് കഴിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് വരരുതെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കുറച്ച് ഒബ്സർവൻ്റ് ആയിരിക്കണം, നമുക്ക് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റണം, പല ലക്ഷണങ്ങളിൽ നിന്ന് കൂട്ടി വായിക്കാൻ പറ്റണം. ഇതിൻ്റെ ഒരു കുട്ടി സാധാരണ പെരുമാറുന്നതിൽ നിന്നും ഒരു ചേഞ്ച് ഡ്രാസ്റ്റിക്, അതായത് ചുരുങ്ങിയ കാലത്തിൽ പെട്ടെന്നൊരു മാറ്റം, അത് ഇടത്തോട്ടോ വലത്തോട്ടോ. അതായത് ഇപ്പോൾ വേറൊരു കാര്യം ഡോക്ടറെ, ഇതില് ചിലപ്പോ ഈ പോക്കറ്റ് മണി ഭയങ്കര ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം ഈ പണ്ടൊക്കെ നമുക്ക് പോക്കറ്റ് മണി 5 രൂപ കിട്ടണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ ഇപ്പോൾ റിവാർഡ് സിസ്റ്റം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് ഇത്ര പൈസ കിട്ടുകയാണ്. അപ്പോൾ അത് എങ്ങനെ യൂസ് ചെയ്യുന്നു, അത് എവിടെയൊക്കെ കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ ശരിക്കും മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതെ അതെ, അല്ല ഈ പൈസ ഡിസപ്പിയർ ചെയ്യുന്നത് ഒരു സൈനാണെന്ന് എനിക്ക് എവിടെയൊക്കെ വായിച്ചു കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ
വീട്ടിൽ നിന്ന് പൈസ സ്ഥിരം ഡിസപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ കുട്ടി എന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവോൾവ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇതിൽ ഈ ഡയറക്റ്റ്ലി ലിങ്ക്ഡ് ആണ്, എന്നാലും നമ്മൾ ഒന്ന് വിശദമാക്കേണ്ട ഒരു സാധനമാണ് ഈ സൊസൈറ്റിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ്. നമ്മുടെ ഈ ഒരു ആർക്കിൽ നമ്മൾ പ്ലാൻ ചെയ്തൊരു കാര്യമല്ല, പക്ഷേ ഈ ഒരു പോയിന്റിൽ നമ്മൾ പറയേണ്ടി തന്നെ വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിഡ്, പാരൻറ്റ് ആൻഡ് സ്കൂൾ അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറയുന്ന ഒരു ആർക്കിൻ്റെ കൂടെ വരുന്നതാണ് ആ കുട്ടി ഇൻവോൾവ് ആയിട്ടുള്ള സൊസൈറ്റി. ഇപ്പോൾ ശരിക്കും ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന സംഗതി കുറഞ്ഞു. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഹൗ സെൻസിറ്റീവ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഓഫ് ദാറ്റ് സൊസൈറ്റി ആർ. നമ്മുടെ മുമ്പിലൊരു അന്യായമോ അനീതിയോ അക്രമമോ നടക്കുമ്പോൾ ഇത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിന് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കുക, അത് വളരെയധികം കുറഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ ആ വ്യക്തികൾക്ക് അതിൻ്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ ഒരു സ്കൂളിൻ്റെ വഴിയുടെ അടുത്താണ് വീടെങ്കിൽ പലപ്പോഴും ആ സ്കൂളിലേക്ക് കുട്ടികൾ പോകുമ്പോൾ ഔട്ട് ഓഫ് നോർമൽ സാധനങ്ങൾ കാണുന്നത് വളരെ പതിവാണ്. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കുട്ടികൾ നടന്നിരുന്ന പോലെയല്ല ഇപ്പം നടക്കുന്നത്. ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ റോഡിലൂടെ സിഗരറ്റ് വലിച്ച് പോകുമ്പോൾ പണ്ട് ഈ കടകൾ ഉണ്ടാവുമല്ലോ, ചെറിയ ചെറിയ കടകൾ, ഇത് ആരോ പറഞ്ഞ പോലെ CCTV ക്യാമറ പോലെ അന്നത്തെ CCTV ക്യാമറ ആയിരുന്നു. ഇത് ശരിയാണ്, ഈ കുറേ അതിൻ്റെ ഒരു അബ്യൂസും ഉണ്ടായിരുന്നു. ഈ ഒരു വിജിലൻറ്റ് ഒരു സോഷ്യൽ പോലീസിങ് എന്നുള്ള രീതിയിലൊക്കെ വന്നിട്ട് അതിനെ ആ ഒരു പവറിനെ അബ്യൂസ് ചെയ്തു. അതിൻ്റെ ഒരു റെസിസ്റ്റൻസും കുട്ടികളിലുണ്ട്. പക്ഷെ ഒരു പരിധി വരെ അത് ആവശ്യമായിരുന്നു. ആരുടെ മകൻ, ആരുടെ മകൾ എന്ത് സംഭവിക്കണു, ഇത് ഒരു റൈറ്റ് ഡയറക്ഷനിലല്ല എന്നൊക്കെ അന്ന് നമ്മൾ ആൾക്കാരെ പേടിച്ചിട്ട് നമ്മൾ പലതും ചെയ്യാതെ വരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ഇതില്ലാണ്ടായി. ഇതേ സമൂഹം തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള വിക്ടിംസിനെ, ഇതിപ്പോൾ പലപ്പോഴും ഇതിനൊക്കെ ഒരു ഡ്രഗ് അബ്യൂസിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാബിറ്റിലേക്കോ പോകുന്ന ആൾക്കാർ ദേ ആർ നോട്ട് ക്രിമിനൽസ് ഫ്രം ബർത്ത്. അവർക്ക് പല സാഹചര്യങ്ങൾ കൊണ്ട് അതിലേക്ക് എത്തിപ്പെടുന്നതാണ്. അങ്ങനെ ഒരിക്കൽ അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ മുദ്ര കുത്തുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഇറ്റ് ഓൺലി ബ്രീഡ്സ് മോർ പീപ്പിൾ ലൈക്ക് ദം. അവർക്ക് തിരിച്ചു വരാനുള്ള വഴികൾ അടയ്ക്കണം, അവരെന്നും അങ്ങനത്തെ ഒരു ബ്രാൻഡിങ്ങിൽ വിടണം. അപ്പോൾ അവർക്ക് റിക്കവർ ചെയ്യാൻ ആ സമൂഹം ഒരവസരം കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലത്തിലേക്കുണ്ട്. ഇത് പലപ്പോഴും ഈ പാരൻസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഡിവാസ്റ്റേറ്റിംഗ് ആണ്. അവർ കെയർഫുൾ ആയിട്ടുള്ള പാരൻസ് ആണെങ്കിൽ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും. അതായത് എൻ്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ, ലൈക്ക് ഞാൻ എവിടെയാണ് തെറ്റ് വരുത്തിയത്, അപ്പോൾ എനിക്കൊരു ട്രെയിനിങ് കിട്ടിയിട്ടില്ലല്ലോ, അത് അങ്ങനെ ഒരു സാഹചര്യം ലൈഫിൽ ഇല്ലല്ലോ. ലൈക്ക് നമുക്കൊരു കുഞ്ഞുണ്ടാവണോ അന്ന് തൊട്ടാണ് യു ആർ ഓൾസോ ബോൺ ദാറ്റ് വെരി ഡേ ആസ് എ പാരൻറ്റ്. അപ്പോൾ നമ്മളും കാര്യങ്ങൾ ഒരു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്ന പോലെയാണ് പലരും പഠിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു ഫോർമൽ ട്രെയിനിങ് പാരൻറ്റിങ്ങിന് ആവശ്യമാണോ എന്ന് ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പലപ്പോഴും ഈവൻ ബെസ്റ്റ് കെയർ കൊടുത്താലും ആം ഐ എ ഗുഡ് പാരൻറ്റ് എന്ന് ഒരു ലോകത്തെ ഏറ്റവും നല്ല അമ്മയും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് കുറച്ച് മെത്തേഡ്സ്, സ്റ്റൈൽസ്, അല്ലെങ്കിൽ എന്താണ് ഒരു റൈറ്റ് അപ്രോച്ച് എന്നൊക്കെ നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് ആലോചിക്കണം. ഇപ്പോൾ ഡോക്ടർ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ഒരു CCTV ക്യാമിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഈവൻ നമ്മുടെ അതായത് ഒരു പഴയകാല പാരൻറ്റിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ആക്ച്വലി ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മുടെ പാരൻസ് ആദ്യം ചെയ്യുന്നത് നമ്മളെ വന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. അയാൾ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊന്ന് തരിക ചെയ്യുന്നത്. അതായത് കുട്ടികളെ വിശ്വസിക്കാതെ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം കുട്ടികൾ പറയുന്നതല്ല അവിടെ, മറ്റുള്ളവരതങ്ങനെ പറഞ്ഞു. അപ്പോൾ കൂടുതൽ അന്നത്തെ കാലത്ത് പാരൻസ് ശ്രദ്ധിച്ച സൊസൈറ്റിയെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് കുട്ടികൾ ആ ഒരു പാരൻറ്റിങ് സ്റ്റൈലിൽ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാം ഒരേ കൈൻഡ് ഓഫ് ആ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ, അതായത് നീ എൻ്റെ കാരണം എന്താ പറയുക, എൻ്റെ പേര് നീ നശിപ്പിച്ചു, ഈ കുടുംബത്തിൻ്റെ പേര് നീ കളഞ്ഞു. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അതാണ് മെയിൻ ഫോക്കസ്. അപ്പോൾ അന്ന് എന്താ പറയുക, ആ ഒരു കാരണം കൊണ്ട് ഇപ്പോഴത്തെ പാരൻസിന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു ഡ്രിഫ്റ്റിംഗ് ഉണ്ടായി. എൻ്റെ പാരൻസ് എന്നോട് ചെയ്ത പോലെ ഒരിക്കലും എൻ്റെ മക്കളോട് ഞാനത് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ ഓരോ പാരൻറ്റും ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ പല സ്റ്റൈൽസ് ഓഫ് പാരൻറ്റിങ് പുതിയതായിട്ട് വന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് പാരൻറ്റിങ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു കളക്ടിവിസ്റ്റ് നേഷനാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ, ചൈന, ജപ്പാൻ അങ്ങനത്തെ ആ ഒരു നേഷനിൽ കൂടുതലും കാണുന്നത് ഒരു അതോറിറ്റേറിയൻ കൈൻഡ് ഓഫ് പാരൻറ്റിങ് ആണ്. അവിടെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് റെസ്പെക്റ്റ്, ഡിസിപ്ലിൻ, അങ്ങനെ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം വളരെ കളക്ടിവിസ്റ്റിക് ആയിട്ട് പഠിപ്പിച്ചു കൊണ്ടുവരികയാണ്. പക്ഷേ നമ്മൾ USA, UK അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കുട്ടികളിൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകാനാണ് അവർ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ പോലത്തെ യങ് ജനറേഷൻ പാരൻസ് എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കുട്ടി ഇൻഡിപെൻഡൻ്റ് ആവണം,
അതായത് എന്നെപ്പോലെ ഇങ്ങനെ പെട്ടുപോകരുത്. അപ്പോൾ ആക്ച്വലി ആ ഒരു കോൺഫിഡൻസ് ഇഷ്യൂസ് പോലും നമ്മളിലുണ്ട്. നമ്മളെ കുട്ടി ഡയറക്റ്റ് ആയിട്ടാണ് വളരുന്നത്. കാരണം കാലഘട്ടം മാറുന്നതനുസരിച്ച് കോലവും മാറുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരൻസും കോലവും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇൻഫ്ലുവൻസ് വരുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ ബാക്കോട്ട് വലിവും വരും. കാരണം നമ്മൾക്ക് ആ പഴയ പാരന്റിങ്, ട്രഡീഷണൽ പാരന്റിങ് സ്റ്റൈൽസിലും മോഡേൺ പാരന്റിങ് സ്റ്റൈൽസിലും നമ്മളിങ്ങനെ മിക്സപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പാരൻസ് കൺഫ്യൂസ്ഡ് ആണ് വാട്ട് ടു ഡു എന്നുള്ളത്. ഇപ്പോൾ ഈവൺ ഇഫ് നമ്മൾ കുറച്ച് പേരെ കൂട്ടിയിരുത്തിയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ദേ ആർ നോട്ട് റെഡി ടു ഓപ്പൺ അപ്പ്. അതായത് അവൾ കോൺഫിഡൻ്റ് അല്ല പാരൻസിനെ കുറിച്ച് പറയാൻ, ഞാൻ വളർത്തുന്ന രീതി ശരിയാണോ എന്ന് പറയാൻ. ഇപ്പോൾ ഓരോ കൺസൾട്ടേഷൻ ഞാൻ എടുക്കുന്ന സമയത്തും പാരൻസ് കുട്ടികളെ കുറിച്ച് പറയുമ്പോൾ അവർ വളരെ സെൻസിറ്റീവ് ആവാറാണ്. കാരണം ഞാൻ നല്ല അമ്മയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എനിക്ക് പറ്റുന്ന പോലെ എനിക്ക് കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് കാര്യങ്ങളാണ് അവർ അഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ കുറേ മോഡേൺ പാരൻറ്റിങ് സ്റ്റൈൽസ് വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു 3-4 പേരാണ് ഇപ്പം ഞാനിവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ. കാരണം അത് ഇപ്പം കൂടുതലായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ പൊക്കിക്കൊണ്ടുവരുന്നൊരു സാധനമാണ്. ഒന്ന് ഹെലികോപ്റ്റർ പാരന്റിങ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആ കുട്ടിയുടെ പുറത്ത് ഫുൾ നിരീക്ഷണമായിരിക്കും, ഫുൾ ടൈം. അതായത് ഒരു ഹെലികോപ്റ്റർ എങ്ങനെയാണോ നടക്കുന്നത് അതേപോലെ ആ കുട്ടീനെ ഫുൾ ടൈം ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. എന്ത് കാര്യം ചെയ്യുന്നതിനും എന്തിനും, അതായത് എല്ലാ ഫ്രീഡം കൊടുക്കും. നീ ചെയ്ത മോനെ എന്ന് പറയും, പക്ഷെ ആ മോളിൽ ഇങ്ങനെ ഫുൾ ഇതിലായിരിക്കും. അപ്പോൾ ഒബ്വിയസ്ലി ആ കുട്ടിക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങുകയാണ്. പിന്നെ ഒരു ഫ്രീ സ്റ്റൈൽ പാരന്റിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ വളരെ പേര് പോലെ തന്നെ ഫ്രീ സ്റ്റൈൽ, ആ കൈൻഡ് ഓഫ് പാരന്റിങ് ആണ്. അതായത് ഫ്രീ ആയിട്ട് കുട്ടികളെ വിടുക. പക്ഷെ 2 കാര്യങ്ങളുണ്ട് അതിനകത്ത്, ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം മോണിറ്ററിങ്ങും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം കുട്ടികളിൽ കോൺഫിഡൻസ് ബിൽഡ് ആകുന്നുണ്ട് ഒരുപാട്. വെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഇങ്ങനത്തെ പാരന്റിങ് വരാൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പാരന്റ്സും വർക്കിംഗ് ആണ്. അപ്പോൾ ഒരു പരിധിയുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ഒരു ചെറിയൊരു എന്താ പറയുക, ആ ഒരു ജോയിന്റ് ഫാമിലി സെറ്റപ്പിൽ നിന്ന് മാറി ന്യൂക്ലിയർ ഫാമിലിയിലേക്കായി. അപ്പോൾ കുട്ടികൾ ഇതിനകത്ത് ഇൻവോൾവ് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. പിന്നെ ഒരു പാരന്റിങ് എന്തായിരുന്നു, അറ്റാച്ച്മെന്റ് പാരന്റിങ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പണ്ട് എൻ്റെ അമ്മയും അച്ഛനും ഒരുപാട് എന്നെ ടേക്ക് കെയർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന പാരന്റ്സ് കൂടുതൽ ഈ കുട്ടികളെ ഇങ്ങനെ അമ്മയ്ക്ക് പിടിച്ച് വളർത്താം. അതായത് ഉറങ്ങുമ്പോഴും, അതായത് ഇത്ര പ്രായം കഴിഞ്ഞാലും കുട്ടീനെ ചേർത്ത് വെച്ച് വളർത്താം. അപ്പോൾ ആ കുട്ടിക്ക് സെക്യൂർ ഫീലിംഗ് ഉണ്ടാവും. അതായത് എന്തിനും ഏതിനും എൻ്റെ പാരന്റ്സ് കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസം ഉണ്ടാവും. പക്ഷെ മറ്റുള്ള സ്ഥലത്തൊന്നും വിശ്വാസം ഉണ്ടാവില്ല. അതേപോലെ പറയുന്നതാണ് ഒരു എന്താ പറയുക, ജെന്റിൽ പാരന്റിങ്. അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ഉള്ളിൽ ജെന്റിൽ പാരന്റിങ് എന്ന് പറയുന്നത്, അതായത് വളരെ കോൺഷ്യസ് പാരന്റിങ്, എല്ലാം കൊണ്ടും കുട്ടികൾ എമ്പത്തറ്റിക് ആകാനും, അതായത് റൈറ്റ് ആൻഡ് റോങ് പറഞ്ഞു കൊടുക്കാനും, അതായത് ഇപ്പോൾ കുട്ടി ഒരു മിസ്റ്റേക്ക് ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ അത് മിസ്റ്റേക്കാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക. ആ ഒരു കോൺഫിഡൻസ് ആ പാരൻസിനുണ്ട്. അറ്റ് ദ സെയിം ടൈം, ഇപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഫ്രണ്ട് ആകാനും അറ്റ് ദ സെയിം ടൈം നോട്ട് എ ഫ്രണ്ട്. ഐ എം യുവർ പാരന്റ്, അപ്പോൾ ആ റെസ്പെക്ട് കീപ്പ് ചെയ്യണം എന്നുള്ള സാധനം ആ പാരന്റിങ്ങിലുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ കാലം മാറുന്നതനുസരിച്ച് ഇപ്പം ഇനി എൻ്റെ മക്കളൊക്കെ വലുതായി വരുമ്പോൾ വേറെ എന്ത് പാരന്റിങ് വരും നമുക്കറിയില്ല. പക്ഷെ ഇപ്പം നിലവിൽ ഈ കൈൻഡ് ഓഫ് പാരന്റിങ് ആണ് കൂടുതലും വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതലിനകത്ത് ഇപ്പോൾ റിസർച്ച് സ്റ്റഡീസ് പറയുന്നത് ജെന്റിൽ പാരന്റിങ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് വരുന്നതെന്നുള്ള, എഫക്റ്റീവ് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതാകുമ്പോൾ എന്ന് വെച്ചാൽ കുട്ടികളിൽ ഇപ്പോൾ എന്താ പറയുക, ഇമോഷണൽ റെഗുലേഷൻ, നേരത്തെ നമ്മൾ സംസാരിച്ച ആ ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം കുട്ടിക്ക് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അമ്മയ്ക്കും അച്ഛനും, ഇപ്പോൾ ഈവൺ ഇഫ് സിംഗിൾ പാരന്റിങ് ആണെങ്കിൽ അവർക്കാണെങ്കിൽ പോലും കുറച്ചും കൂടെ ഒരു സമാധാനമുണ്ട്. കാരണം ആ ഒരു ബോണ്ടിങ് അവർ തമ്മിലുണ്ട്, കുട്ടിയും പാരൻസും തമ്മിലുള്ള. അതുകൊണ്ട് തന്നെ സ്കൂളിലാണെങ്കിലും ആ കുട്ടിക്ക് ടീച്ചേഴ്സായിട്ടുള്ളൊരു ബോണ്ടും നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നത്. കാരണം ദേ നോ ഹൗ ടു റെസ്പെക്ട്. കാരണം അതാണിപ്പം എനിക്ക് തോന്നുന്നു ഹൈലൈറ്റ് ചെയ്യേണ്ട സാധനം. റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനം വളരെ കുറവാണ്. അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർ വളരുന്ന സാഹചര്യം എല്ലാം കൊണ്ടാണ്. റെസ്പെക്ട് ചെയ്യൽ അത്ര കൂളല്ല എന്നുള്ളത്. കൂളല്ല. അതെ. നമ്മൾ പാരൻസിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു വീട്ടിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമ്മുടെ പാരൻസും ഉണ്ടാവും, അതായത് ഗ്രാൻഡ് പാരൻസും ഫാമിലീസിലുണ്ടാവും. ഇത് എനിക്ക് തോന്നുന്നു സിൻസ് പാരൻസ് രണ്ടുപേരും വർക്കിംഗ് ആവുമ്പോൾ അവിടെ കുറേ കൂടി ഒരു സെൻട്രൽ റോള് പ്ലേ ചെയ്യുന്നത് ഗ്രാൻഡ് പാരൻസ് ആണ്. അവിടെ പലപ്പോഴും ഇപ്പോൾ പലരും ഫോർച്ചുനേറ്റ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നല്ല രീതിയിൽ കുട്ടികളെ നോക്കാനും അല്ലെങ്കിൽ ആ കറക്റ്റ് വാല്യൂ സിസ്റ്റംസ് കൊണ്ടുവരാനൊക്കെ ഗ്രാൻഡ് പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അപൂർവമാണെങ്കിലും മറ്റു രീതിയിലും കാര്യങ്ങളാവാറുണ്ട്. അതായത് ഒരു പാരൻ്റ് ചിലപ്പോൾ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും കുട്ടിയുടെ തന്നെ, അതിനെ ബൈപ്പാസ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ സ്മോദർ ചെയ്യുക, പാമ്പർ ചെയ്യുക ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ തൻ്റെ മകനെ എങ്ങനെ വളർത്തിയോ മകളെ എങ്ങനെ വളർത്തിയോ അതിലും സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്ന പാരൻസ്. അപ്പം അങ്ങനെ പല ബ്ലെൻഡാണ് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് നമ്മുടെ ഇത് കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടീം വർക്കാണ് എന്നുള്ളതാണ്. അതിൽ പാരൻസ് ടീച്ചേഴ്സ് മാത്രമല്ല, ഈ വീട്ടിലുള്ള എല്ലാവരും
അതിൻ്റെ ഒരു ഭാഗമാവണം. ഗ്രാൻഡ് പാരൻസും ആ വാല്യൂ സിസ്റ്റംസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു മെത്തഡോളജി അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിനാണ്, എന്തുകൊണ്ട് അത് ഫോളോ ചെയ്യണം എല്ലാവരും എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി കുട്ടിയുടെ ന്യൂട്രീഷൻ്റെ ഒക്കെ കാര്യത്തിലും ആ റോളുണ്ട്. അതുപോലെ തന്നെ വീട്ടിൽ ഇപ്പോൾ കെയർ ഗിവേഴ്സായിട്ടോ അല്ലെങ്കിൽ ആയമാരായിട്ടൊക്കെ വീട്ടിലും സ്കൂളിലൊക്കെ ഉള്ള ആൾക്കാർ അവരും ഈ പറഞ്ഞ വാല്യൂസ് കൊണ്ട് നടക്കണം. മറ്റത് ബാക്കി എല്ലാം നമ്മൾ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ആ ഒരു ഇതിൽ നിന്ന്, കാരണം കുട്ടികൾ ഇറ്റ്സ് ലൈക്ക് എൻ ഓപ്പൺ ക്യാൻവാസ്, അവിടെ ആർക്കും എന്തും വരയ്ക്കാം എന്നുള്ളൊരു രീതിയിലാണ്. അപ്പോൾ അത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യല്ല, നമ്മുടെ ആ ഒരു ക്യാൻവാസിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന എല്ലാവരും ആ സെയിം ഫിലോസഫി കൊണ്ട് നടക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ സൈഡിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കുറേയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ഡിസ്കഷനിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു നമ്മുടെ ആയുർവേദത്തിൽ പറയുന്ന ഒരു മനോദോഷങ്ങൾക്കുള്ള ഔഷധങ്ങൾ എന്ന് പറഞ്ഞൊരു കാര്യം പറയുന്നുണ്ട്. ധൈര്യ ആത്മാതി വിജ്ഞാനം എന്ന് പറയും. അതായത് കോഗ്നിറ്റീവ് എബിലിറ്റീസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളത്. ഇതേ മെത്തഡോളജി വേണമെങ്കിൽ നമുക്ക് കുട്ടികളിലും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതായത് കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു പരിധിക്കുള്ളിൽ നമുക്കൊരു 3 ആസ്പെക്ട്സ് ആണല്ലോ നമ്മുടെ ബ്രെയിനിൻ്റെ. ഒന്ന് ഇൻപുട്സ് വരും, അതായത് നമ്മുടെ സെൻസുകൾ വഴി, കണ്ണ് വഴിയും കാത് വഴിയും ഒക്കെ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്ന ഇൻഫർമേഷൻ, ഇതിൻ്റെ ഒരു അനാലിസിസ് വരും. അതായത് വാട്ട് ഈസ് കമ്മിങ് ഇൻ ടു മൈ മൈൻഡ്, അത് പ്രോസസ്സ് ചെയ്യാൻ അങ്ങനെയുള്ള കുറച്ച് എക്സസൈസുകൾ കുട്ടികളെ പലപ്പോഴും, അതായത് റാൻഡം ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്കോ അല്ലെങ്കിൽ ഒരു തോട്ട്ലെസ് ആയിട്ടുള്ള പ്രവൃത്തികളിലേക്കൊക്കെ പോകുന്നതിന് പ്രിവെൻറ്റ് ചെയ്യും. അതായത് ഇപ്പം ഞാൻ എന്താ ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ്, ഇസ് ഇറ്റ് മേക്കിംഗ് മീ ഹാപ്പി ഓർ സാഡ്, ഇത് അങ്ങനെയൊക്കെയുള്ള ചില എക്സസൈസുകൾ പലപ്പോഴും കുട്ടികൾക്ക് അങ്ങനെ ഒരു റാഷണൽ അവരുടെ കാര്യങ്ങളിൽ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. രണ്ടാമത് ഇതിൻ്റെ ഒരു റെസ്പോൺസ്, അതായത് ഇങ്ങനെ ഒരു ഇൻപുട്ട് വന്നു, ഇത് എനിക്ക് എലിസിറ്റ് ചെയ്യുന്ന ഇമോഷൻ എന്താണ്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അക്നോളജ് ചെയ്യുക, അഡ്രസ്സ് ചെയ്യേണ്ടതാണെങ്കിൽ അഡ്രസ്സ് ചെയ്യുക. അങ്ങനെ ഒരു 3-4 സ്റ്റെപ്സ് പലപ്പോഴും ഹെൽപ്ഫുൾ ആവാറുണ്ട്. പിന്നെ വീടുകളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും നമുക്ക് ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരാം. അതായത് നോ പറഞ്ഞ് പഠിപ്പിക്കുക. അതായത് ഇപ്പോൾ എല്ലാത്തിനും നോ പറയാന്നുള്ളതല്ല, ചെറിയ ഇപ്പോൾ സ്വീറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു, ഇത് നീ സ്വീറ്റ്സ് കഴിക്കരുത് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിന്നും സ്വീറ്റ്സ് ഒത്തിരി കഴിച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, അതുകൊണ്ട് എനിക്കിപ്പോൾ വേണ്ട, എന്നാൽ കുട്ടിയെ കൊണ്ട് ലൈക്ക് അവർ ആ ഒരു ട്രെയിനിങ് എടുത്ത് അവർ തന്നെ ആ ഒരു ഡിസിഷൻ എടുക്കുന്ന കുറച്ച് മെത്തഡോളജീസ് ഉണ്ട്. ഇത് പയ്യെ പയ്യെ ഇങ്ങനെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും ദേ ക്യാൻ ടേക്ക് ഹോൾസം ഡിസിഷൻസ് എന്നുള്ളൊരു ഇത് എത്തിക്കാൻ പറ്റും. റോൾ പ്ലേയിങ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബുള്ളിങ്ങിലൊക്കെ ഒത്തിരി ചെയ്യുന്നതാണ്. അത് രണ്ടു കൂട്ടരെയും ലൈക്ക് ഹൗ വിൽ യു ഹാൻഡിൽ ദിസ് സിറ്റുവേഷൻ എന്നുള്ളത്. അപ്പോൾ ഒരു മമ്മ ഐ നീഡ് ഹെൽപ്പ്, അല്ലെങ്കിൽ എന്നെ സഹായിക്കും അമ്മ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ നേരെ കൊണ്ടുപോയി സഹായിക്കുന്നതിന് പകരം ആ പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യാനും അതിന് ആ കുട്ടിയുടെ സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാനും, അതിന് ഈ പറഞ്ഞ പോലെ നമ്മൾ ആക്റ്റീവ്ലി അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണോ അതോ അതിനെ ഫർദർ ഇവാലുവേഷനിലേക്ക് വിടണോ, ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറേ സ്റ്റെപ്പുകൾ കൊണ്ടുവന്നിട്ട് ആ ഡിസിഷൻ്റെ ഓണർഷിപ്പ് ആ കുട്ടിയിലേക്ക് പയ്യെ എത്തിക്കുക എന്നുള്ളതും അതിൻ്റെ കോൺസിക്വൻസസ് അവർ തന്നെ അനുഭവിക്കുക എന്നുള്ളതും, ഗുഡ് ആൻഡ് ബാഡ്, അങ്ങനത്തെ ഒരു മോഡിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനി പാരൻറ്റിങ് മോഡ് അത് ആ കുട്ടിയുടെ ഒരു ഹോളിസ്റ്റിക് ഗ്രോത്തിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് എലമെൻസും നമുക്ക് ഒരു ചെറിയ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ചെയ്ത് തുടങ്ങാം എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടികളിൽ ഈ വരുന്ന ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഈ റിവാർഡ് സിസ്റ്റം. അവർ ആക്ച്വലി ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന റിവാർഡ് സിസ്റ്റമാണ്. അപ്പോൾ അവർക്ക് അത് ആക്ച്വലി ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്നൊരു ഇതാണ് പോവുക. നമ്മൾ ഈ ഓക്കെ നിങ്ങളിത് ചെയ്തു, ഓക്കെ നിങ്ങൾക്ക് 5 സ്റ്റാർ തരാം. അപ്പോൾ ഒരാഴ്ചയുടെ അവർ ഇവാലുവേഷൻ എടുക്കും, ഇത്ര 5 സ്റ്റാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടി ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു ഈ ടോയ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു സാധനം, അല്ലെങ്കിൽ ഈ ഒരു സിനിമ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം അവർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു 5 സ്റ്റാർ അവർക്ക് കിട്ടുകയാണ്, അവർക്ക് ഇത്ര മാർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ റിവാർഡ് സിസ്റ്റം കൊടുക്കും. അപ്പോൾ അവർ എക്സൈറ്റഡ് ആവും. അപ്പോൾ നമ്മൾ ആക്ച്വലി വിചാരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഇങ്ങനെ കൊടുക്കും തോറും അവരത് നല്ലതേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നല്ല ചെയ്യുന്ന പ്രവണതയാണ് കൂടുതൽ വരിക. പക്ഷെ കുറെ കഴിഞ്ഞാൽ നള്ളിഫൈ ആയി പോകും. ഇവർക്ക് ഇതൊന്നും ബാധകമല്ലാത്തൊരു സ്റ്റേജ് വരും. അപ്പോൾ നമ്മൾ ആക്ച്വലി പല സ്ട്രാറ്റജീസും മാറ്റി പിടിക്കേണ്ട ഒരു സിനാരിയോ വരാറുണ്ട്. ഇതിൽ ഈ റിവാർഡ് സിസ്റ്റത്തിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. ഇത് എത്ര കണ്ട് സയൻറ്റിഫിക് ആണ്, വാലിഡ് ആണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പ്രോബബ്ലി ഈ കോവിഡ് ടൈമിൽ എനിക്ക് എൻ്റെ കിഡ്സിനെ
സ്ക്രീനിൻ്റെ ഒരു അഡിക്ഷനിലേക്ക് എത്തിക്കാതെ ഹെൽപ്പ് ചെയ്തത് ഒരുപക്ഷെ ഇങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു. അതിൽ ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ സ്ക്രീൻ ടൈം മിനിമൈസ് ചെയ്തിട്ട് വീട്ടിലുള്ള എല്ലാവരും തന്നെ അതിൻ്റെ അകത്ത് ഓരോ ഓണർഷിപ്പ്, ഇപ്പോൾ കുട്ടികൾ ഉറങ്ങി എണീറ്റ് അവരുടെ പുതപ്പ് മടക്കി വയ്ക്കുക, ബെഡ് മേക്കിംഗ് ദ ബെഡ് എന്നുള്ളത് ഒരാൾ മോണിറ്റർ ചെയ്യും. അതിനൊരു സ്കോറിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ അവരുടെ എല്ലാ ടാസ്കുകളും സെമിംഗ്ലി മൈനർ ടാസ്ക്, അപ്പോൾ ഇത് ചെയ്യണ്ട എന്നൊന്നും കമ്പൽസറി ആയിട്ടൊന്നും പറയില്ല. ഇതിൻ്റെ ബേസിസിൽ അവർക്കൊരു സ്കോറിംഗ് ഉണ്ടാവും. എന്നിട്ട് ഈ സ്കോറിംഗ് വെച്ചിട്ട് അതൊരു ആക്ടിവിറ്റി ആയിരുന്നു ഞങ്ങളുടെ കോവിഡ് ടൈമിൽ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് കിട്ടുന്ന പോയിന്റ്സ് വെച്ചിട്ട് ഇവർക്ക് ദേ ക്യാൻ ഐദർ ചൂസ് അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ 100 പോയിന്റ് ഉണ്ടെങ്കിൽ 100 മിനിറ്റ് സ്ക്രീൻ ടൈം, അതല്ലെങ്കിൽ അത് കളക്ട് ചെയ്ത് എനിക്ക് സ്ക്രീൻ ടൈം വേണ്ട എന്നുള്ള രീതിയിൽ ഇവൻച്വലി അവർക്കത് എൻക്യാഷ് ചെയ്യാം. നമ്മളൊരു ക്യാഷ് അവാർഡ് പോലെ അവർക്ക് നേരെ കയ്യിൽ കൊടുക്കും, എന്നിട്ട് പിന്നെ വാങ്ങി നമ്മൾ കൊടുക്കലിടും. അങ്ങനത്തെ ഒരു മോഡലായിരുന്നു അത്. അന്നത് വളരെ എന്ന് വെച്ചാൽ ഹെൽപ്പ്, ഇന്നും അതിൻ്റെ ഒരു ബെനിഫിറ്റ് അവർക്കുണ്ട്. ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ അത് നള്ളിഫൈ ചെയ്ത് പോയതുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ ഞങ്ങൾക്കും മടിയായി, കുട്ടികൾക്കും മടിയായി, അത് പിന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്ടായി. പക്ഷേ പ്രോബ്ലി വി ഷുഡ് റീസ്റ്റാർട്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് പല സിറ്റുവേഷനിൽ ഭയങ്കര കുട്ടികളിൽ ഇൻസ്പിറേഷൻ കൊള്ളുന്ന പല കാര്യമുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഈ റിവാർഡ് സിസ്റ്റം അല്ലാണ്ട് നമ്മളിപ്പോൾ ഡെയിലി ബേസിസിൽ നമ്മുടെ പാരൻസ് എപ്പോഴും ചെയ്യുന്ന റുട്ടീൻ ഉണ്ടാവും. ഇപ്പോൾ ബെഡ് മേക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധനം വീണ് കിടക്കുകയാണ് അത് എടുത്തു വെക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാരന്റ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കൂടെ ഹെൽപ്പ് ചെയ്യുക. അപ്പം കൂടെയുള്ള അച്ഛനും അമ്മയും പരസ്പരം കണ്ടറിഞ്ഞ് സഹായിച്ച് ചെയ്യുന്നത് കുട്ടികളും കണ്ട് അപ്പോൾ ലീഡ് ബൈ എക്സാമ്പിൾ ആണ് ആക്ച്വലി. അപ്പോൾ നാളെ ഒരു അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ എന്തെങ്കിലും ചെയ്യണ സമയത്ത് ആക്ച്വലി കുട്ടികളും അത് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യണം ആക്ച്വലി. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ലൈക്ക് ആക്ഷൻ സ്പീക്സ് ഫസ്റ്റ്. അപ്പം നമ്മൾ ഈ പറയണേക്കാട്ടും കൂടുതൽ നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയുമ്പോൾ നമ്മളും അതിൻ്റെ അകത്ത് അബ്സ്റ്റെയിൻ ചെയ്യുന്നത് അവർ കാണണം. പക്ഷെ ശരിയാണ്, ഇപ്പോഴത്തെ കാലത്ത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെല്ലാവരും ഡിവൈസസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. ഒരു ഡിവൈസ് ഇല്ലാതെ ഒരു ടൈം എത്തിക്കാണ് നല്ലത്. നമുക്ക് പല ആക്ടിവിറ്റീസിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ അവർക്ക് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മുടെ വീട്ടിലെ പണികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. വാ നമുക്ക് ഒരുമിച്ച് ചെടി നടാം, അല്ലെങ്കിൽ ചെടി നനയ്ക്കാം, അല്ലെങ്കിൽ വാ നമുക്ക് ഒരുമിച്ച് വീട്ടിലെ ചോസൊക്കെ നമുക്ക് തീർക്കാം. ഗെയിമിഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യാന്നുള്ളത്. അപ്പൊ അവർക്ക് ഭയങ്കര അത് ഇൻസ്പിറേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഒരു വേയും കൂടി. നമ്മൾ കാഷ്വലി അവരോട് ചോദിക്കുകയാണ് എന്തെല്ലാം ഉണ്ടായി ക്ലാസ്സിൽ, എന്തെല്ലാം ഉണ്ട്, പല കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും കൂടുതൽ അവരോട് ഒരു ബോണ്ടിങ് അടക്കം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് അത്. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ പോലെ കോവിഡ് ആയിരുന്നല്ലോ എല്ലാവർക്കും ഒരു ടൈമിങ്, പാരന്റിങ്ങും ചെയ്യാനും എല്ലാത്തിനും നമുക്ക് കിട്ടിയൊരു അവസരമാണ്, പറ്റുന്ന ഒരു ടൈമായിരുന്നു അത്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഗെയിംസിലൂടെ ആയിരുന്നു നമ്മൾ ആക്ച്വലി, ഗെയിംസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ പണികൾ കുട്ടികളെ കൊണ്ട് നൈസായിട്ട് ചെയ്യിപ്പിക്കാം. ബാലപീഡനമൊന്നുമല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ കാരണം വേറെ ഓപ്ഷൻസ് ഇല്ല, നമ്മളെല്ലാവരും ഐസൊലേറ്റഡ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ചെറിയ ഏരിയയിൽ ഐസൊലേറ്റഡ് ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഞാനൊക്കെ അന്ന് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുണി മുകളിൽ കൊണ്ടിടാൻ വേണ്ടി ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോകണം. അപ്പം അന്ന് മോള് ചെറിയ കുട്ടിയാണ്. അപ്പോൾ ദൂരത്ത് കൊണ്ടേ ബക്കറ്റ് വെച്ചിട്ട് അവിടുന്ന് എടുത്തോണ്ട് വരിക. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കഥകൾ പറയും, അല്ലെങ്കിൽ ആളെന്നോട് ഇങ്ങനെ ഇന്ന് ഡാഡ് അങ്ങനെ പറഞ്ഞു, ഇന്ന് ഡാഡ്. അപ്പോൾ അവള് കാര്യങ്ങളും പറയും, നമുക്ക് നമ്മുടെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം കുട്ടി ആക്റ്റീവ് ആകുന്നുണ്ട്, ആ ഒരു ഇനാക്ടിവിറ്റി ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ പാരന്റ് ബോണ്ടിങ് വളരെ ഒരു ഇതായിട്ട് മാറുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. കാരണം പാരൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫോക്കസ്ഡ് ആവേണ്ടത് സിംഗിൾ പാരന്റിങ്, അതായത് അച്ഛൻ അമ്മ, നമ്മളെല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഇൻഡിവിജ്വൽസ് ആകുമ്പോൾ തന്നെ നമ്മളുടെ ടൈപ്പും ഡിഫറെൻ്റ് ആയിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ്ഡ് ആകുന്നുണ്ട്. പക്ഷെ എന്നാൽ കൂടി ഇപ്പോൾ ഒരു പക്ഷേ ആ ഒരു ഡിഫറൻസ് അവിടെ ഇടയിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ ടൈപ്പ് ഓഫ് പാരന്റിങ് ആയിരിക്കണം എന്നില്ല എൻ്റെ പാർട്ട്ണറിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രത്യേകിച്ച് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ മാത്രമല്ല, ഇപ്പോൾ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ചില സമയത്ത് നമ്മളുടെ ഇമോഷൻസും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹൈ ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു എന്താ പറയുക താടകയുടെ രൂപത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഹസ്ബൻഡ്, അതായത് എൻ്റെ പാർട്ട്ണർ അവിടെ മാലാഖ ആവണം. കാരണം അങ്ങനെ മാലാഖ ആയാലാണ് ആ കുട്ടിക്ക് ഒരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇവരെന്നെ അതെ, എന്ന് വെച്ചാൽ സംഭവം ചെയ്തത് തെറ്റാണ്, പക്ഷെ ആ തെറ്റ് ചെയ്തതിന്റെ പേർക്ക് ഇപ്പം ഞാൻ ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കും. ഒരേപോലെ നമുക്ക് എപ്പോഴും ഇരിക്കാൻ പറ്റില്ല, പല സ്ട്രെസ് കൊണ്ടായിരിക്കും നമ്മൾ വീട്ടിലും. അതുകൊണ്ടേ ഇവിടെ ഒരു
ഒരു കൺസിസ്റ്റൻസിയുടെ ഇഷ്യൂ വരുമോ? അതായത് ഒരു ഫേവറിറ്റിസം, പക്ഷേ ഈ റോള് മാറി 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 വരുന്നുണ്ട്. വരണം. അല്ലാതെ നമ്മളെപ്പോഴും ഞാൻ മാത്രം രാക്ഷസി അതല്ല കേട്ടോ. നമ്മൾ രണ്ടും ആവണം. അതായത് ഇപ്പോൾ ഒബ്വിയസ്ലി രണ്ട് പാരൻസിനും ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കണം. കാരണം അത് ഒരു ഞാൻ നേരത്തെ ജെന്റിൽ പാരന്റിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിന്റെ ഭാഗമാണ് ആക്ച്വലി ഇത്. കാരണം നോ പറയുമ്പോൾ ഒരു പരിധിയുണ്ട്. കാരണം കുട്ടികളും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏജും ഡിഫറൻസ് വരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു, എല്ലാം ഉണ്ട് നമുക്ക്. അപ്പോൾ ആ സമയത്ത് രണ്ട് പാരൻസും കോംപ്രമൈസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കോംപ്ലിമെന്റ് ചെയ്യേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയാണ്. കാരണം ഈ കോൺഫ്ലിക്ട്സ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നതും കുട്ടികളുടെ പേരും പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇറയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആ വാക്ക് ഒന്നും കൂടി പ്രസ് ചെയ്ത് പറയുകയാണ്. കാരണം കുട്ടികളുടെ മുന്നിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരിക്കലും ഒരു പൂച്ചക്കുട്ടികളെന്ന് വെച്ചെടുക്കുന്ന പോലെ അല്ല തോന്നുന്നത്. എന്തോ വലിയ സാധനം വന്ന് അവർ ഹിറ്റ് ചെയ്യുന്ന പോലെയാണ്. കാരണം നമ്മുടെ ഇമോഷൻസ് ആണ് പുറത്തേക്ക് പോകുന്നത്. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു വല്ലാത്തൊരു മിസ്റ്റേക്ക് ആയിരിക്കും കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. കാരണം നമ്മളെല്ലാവരും കോൺഷ്യസാണ്, നമ്മുടെ കുട്ടി അങ്ങനെ ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ പാരൻസും. അല്ലാതെ നമ്മളിങ്ങനെ വിട്ടുകൊടുക്കുന്ന ഒരു ഇതിലല്ല, എല്ലാവരും റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ അത് കുട്ടി ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം ഈ പാരൻസിൻ്റെ ഇടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കോൺഫ്ലിക്ട്സിന് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ്ങിന് കുട്ടീനെ തന്നെ ഹെൽപ്പ് ചെയ്യും. കാരണം അച്ഛൻ വന്നിട്ട് അല്ലെങ്കിൽ അമ്മ വന്നിട്ട് എന്ത് പറ്റി, എന്താണ് പ്രശ്നം ഉണ്ടായതെന്ന് വളരെ കൂളായിട്ട് സംസാരിക്കുമ്പോൾ മറ്റാൾക്കൊന്ന് ശ്വാസം എടുക്കാനുള്ള സമയം അവിടെ ലഭിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആസ് പാരൻസ്. ഇപ്പോൾ എല്ലാ വീട്ടിലും, ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും എല്ലാ വീട്ടിലും ഇത് നടക്കുന്നുണ്ട്. അല്ല, ഇതിനകത്ത് ഈ കോംപ്രമൈസ് ചെയ്യപ്പെടുന്നത് ബിറ്റ്വീൻ പാരൻസും ചിലപ്പോൾ ആവാം. അതായത് ഇപ്പോൾ അമ്മ ഒരു വാല്യൂ സിസ്റ്റം കൊണ്ടുവന്നു, ഇത് അച്ഛൻ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാമിങ് എവരിബഡി, കുട്ടിക്കും ആ അമ്മയ്ക്കും അത് ഈക്വലി ഡാമേജിങ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു പാരൻസ് തമ്മിൽ ഈ പാരൻറ്റിങ്ങിനെ പറ്റിയിട്ട് ആ വാക്കുകളും ഒന്നും യൂസ് ചെയ്യണമെന്നില്ല, പക്ഷേ നമ്മൾ കുട്ടിയോട് എന്ത് അപ്രോച്ചാണ് എടുക്കേണ്ടത്, ആസ് കളക്റ്റീവ്ലി നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ ഉള്ള ചില അണ്ടർസ്റ്റാൻഡിങ്, അതങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി അങ്ങനെ ചെയ്യാന്നുള്ളതല്ല, പക്ഷെ കുറേ ഗ്രൗണ്ട് റൂൾസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അവിടെ വേണം. ഈവൻ പാരന്റ്സ് തന്നെ അവർക്കും ഇമോഷൻ റെഗുലേഷൻ ഇല്ലാത്ത പല സിറ്റുവേഷൻസ് ഉണ്ടാവും. കാരണം ചിലപ്പോൾ പാരന്റ്സ് തമ്മിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം, അവർ തമ്മിൽ ചിലപ്പോൾ ഒരു അടി ഉണ്ടാവാം. അപ്പോൾ എന്തെങ്കിലും ടോപ്പിക് പറയുമ്പോൾ ചിലപ്പോൾ എപ്പോഴും നമുക്ക് ആ കുട്ടീനെ മാറ്റി നിർത്തിയിട്ടോ അല്ലെങ്കിൽ ഞങ്ങളൊന്ന് മാറുന്ന സംസാരിക്കേണ്ടത് പറയാൻ പറ്റില്ല. നമ്മൾ കുട്ടിയുടെ മുന്നിലും നമ്മൾ എക്സ്പ്രസ് ചെയ്ത് പോകും. അപ്പോൾ ആ സിനാരിയോസിലൊക്കെ നമ്മൾ ആക്ച്വലി കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പം അച്ഛനും അമ്മയും എന്തുകൊണ്ടാണ് ഈ ഒരു അല്ലെങ്കിൽ ഒരു അടി പിടിച്ചത് അല്ലെങ്കിൽ തല്ലുണ്ടാക്കിയത്, അത് കറക്റ്റായിട്ട് അവരെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനും അതുപോലെ അവരെ മനസ്സിലാക്കിക്കണം. എന്താണ് ഒരു വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവിടെ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അല്ല വീട്. കാരണം അവിടെ ഡെയിലി നടക്കുന്ന കാര്യങ്ങളുണ്ട്. ഇന്ന് ഇപ്പം 8 മണിക്കാൻ എഴുന്നേറ്റൊന്നും വെച്ചുകൊണ്ട് നാളെ ഞാൻ 8 മണിക്കാൻ എഴുന്നേക്കണം എന്നില്ല. ചിലപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവാൻ റെഡി, കുറച്ച് സമയം വൈകി, അവിടുന്ന് തുടങ്ങുന്നുണ്ട് ഇഷ്യൂസ്. ബട്ട് നമ്മൾ ഡെയിലി കൺസൾട്ടേഷൻസിൽ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അവിടെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നത്. ആ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ എടുത്ത് വെച്ച് അത് മൊത്തം എല്ലാവിടേക്കും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അത് ഈവൻ കുട്ടികളെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതായത് ആസ് എൽഡേഴ്സ് പാരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡോക്ടർ മായ മെൻഷൻ ചെയ്ത പോലെ വീട് എപ്പോഴും നമ്മൾ ഹോം സേഫ് പ്ലേസ് ഒക്കെ തന്നെയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആ സേഫ് പ്ലേസിൽ കുറേ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. ഇറ്റ് ഈസ് നാച്ചുറൽ എന്നുള്ള സാധനം അവിടെ കൊടുക്കുക. ലൈഫ് ഒരു ബെഡ് ഓഫ് റോസസ് അല്ല എന്നുള്ളത് കുട്ടികളെ മനസ്സിലാക്കണം എന്നുള്ളൊരു. അതെ, അത് ചെറുപ്പം തൊട്ടേ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പഠിപ്പിച്ച് കൊടുത്തേ പറ്റുള്ളൂ. കാരണം എങ്ങനെയാ സംഭവിക്കുന്നത് എന്നുള്ളത് ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ ഇടയിൽ റേപ്പ് കേസസ് ഇഷ്ടം പോലെ നടക്കും. സ്കൂളിന്റെ ഉള്ളിൽ തന്നെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ്. അപ്പൊ ഈവൻ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങണം. ഈവൻ റേപ്പ് വരെ പോയില്ലെങ്കിലും റിലേഷൻഷിപ്സ്, ഇപ്പോൾ ഈ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് അങ്ങനത്തെ ഒരു ലൈക്ക് നോട്ട് ആസ് എ ജോക്ക് ഓർ എ പാസീവ് തിങ്. അപ്പോൾ അത് നമ്മുടെ ഒരു ഏജിലോ അല്ലെങ്കിൽ ആ പാരൻസിന് അത് എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊരു പക്ഷേ അവർക്ക് പ്രൈമറി അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നോർമൽ മണ്ടൈൻ ഡേ ടു ഡേ സാധനമാണ്. ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് വിടുന്ന ഒരു സംഭവമായിരിക്കും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാം നമ്മൾ ആക്ച്വലി? അത് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, വളരെ സംഭവം ഇപ്പോഴത്തെ റീൽസിലൊക്കെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ പാരൻസ് അത് വളരെ എന്താ പറയുക ഭയങ്കര അഭിമാനത്തോടെയാണ് എൻ്റെ കുട്ടി ഇങ്ങനെ ഒരു പയ്യനായിട്ട് ഡീലായി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടൊക്കെയാണ് പാരൻസ് ഇത് കാണിക്കുന്നത്. കുട്ടികൾക്കും അത് വേണം എന്നുള്ളൊരു തോന്നൽ വരികയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളായിട്ട് ഓപ്പൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതായത് സ്നേഹം എന്ന് പറയുന്ന സാധനം, ഇപ്പോൾ അച്ഛനും അമ്മയും നമ്മൾ നമ്മുടെ വീട്ടിലിപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അച്ഛൻ അമ്മയ്ക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ
കുട്ടി ഒന്ന് നടന്നു വരുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അയ്യോ മാറിക്കോ കുട്ടി കാണും, ആ സാധനമായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത് എവിടെയാണ്, എന്താണ് ലവ് എന്നുള്ളത് നമ്മൾ തന്നെയാണ് എക്സ്പ്രസ് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടത്. ആ ലവ് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ കുട്ടിക്കൊരു മിസ്റ്റേക്സ് വന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു എനിക്കൊരു സംഭവം ഉണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു റിലേഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളോട് വന്ന് പറയാൻ പറ്റണം. കാരണം നമ്മൾക്ക് ഇങ്ങനെ ലവ് എന്താണെന്നുള്ളതും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നുള്ളതും, ഈവൻ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ തന്നെ നമ്മൾ ശരിക്കും ചൂസ് വൈസ്ലി. കാരണം വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികൾ പോലും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഗുഡ് ടച്ച് ബാഡ് ടച്ചിന്റെ ഒരു അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് വരുന്നത്. കാരണം ഇപ്പോൾ ഈവൻ നമ്മളിപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെ ഹഗ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എൻ്റെ മോളൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലൊരു മെയിൽ ഫ്രണ്ട് ഉണ്ടാകുമ്പോൾ അതെന്താണ് ചിന്നു എന്നാണ് എന്നെ അവളെ അഡ്രസ്സ് ചെയ്യാറ്. അപ്പോൾ ചിന്നു എന്താണ് പുള്ളിക്കാരനെ ഹഗ് ചെയ്തത്, അപ്പോൾ ഞാൻ പറയാം അതെൻ്റെ ഫ്രണ്ടാണ്. പക്ഷെ അത് ബാഡ് ടച്ച് അല്ലേ? അതായത് ഒരു അന്യ പുരുഷൻ അന്യ സ്ത്രീയെ തൊടുന്നത് ബാഡ് ടച്ച് അല്ലേ എന്നാണ് കുട്ടി ക്വസ്റ്റ്യൻ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതെൻ്റെ ഫ്രണ്ടാണ്, ഞാൻ ഹഗ് ചെയ്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടാണ് ഹഗ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. പക്ഷെ നമ്മുടെ ഓറ അവർക്ക് കിട്ടും. അതായത് എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് റെസ്പോൺസാണ് എൻ്റെ ഫേസിൽ വന്നത്, ഞാനിപ്പോൾ എൻ്റെ മെയിൽ ഫ്രണ്ടിനെ ഹഗ് ചെയ്തപ്പോൾ എൻ്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് അവർ ക്യാച്ച് ചെയ്യുന്നത്. എൻ്റെ മുഖത്ത് ഇപ്പം മറ്റേ എന്താ പറയുക ആ ഒരു ഭാവം ഒക്കെയാണ് വരുന്നത്. ഇത് കുട്ടികൾ വളരെയധികം ഒബ്സർവൻ്റ് ആണ്. അവര് നമ്മുടെ ഇമോഷൻസിനെ ഏറ്റവും നന്നായിട്ട് അവർ ബ്ലോട്ട് ചെയ്യും. അതാണ് അവരെ കൂടുതൽ പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഈ പറഞ്ഞ സ്നേഹം പ്രകടിപ്പിക്കുമ്പോഴും വഴക്ക് പ്രകടിപ്പിക്കുമ്പോഴും അതിൻ്റെ അകത്തൊക്കെ ഒരു ഹെൽത്തി ബൗണ്ടറി, ഒരു ഡെക്കോറം ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കുട്ടികൾ ശരിക്കും ക്യാപ്ചർ ചെയ്യുന്നത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടികളുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്സ് ഒക്കെ ഇപ്പോൾ ആസ് പാരൻസ് അല്ല, ഇപ്പോൾ സ്കൂൾ തലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ചർച്ചാ വിഷയമാവും. അപ്പോൾ മേ ബി ഒരു അഡോളസെൻ്റ് ഏജിൽ അവർക്ക് റോൾ കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഒരു അവരുടെ റോൾ എന്താണ്, അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ജെൻഡറോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ് ഒരു അഡോളസെൻ്റ് പീരീഡ്. അപ്പം ആ ടൈമിൽ ടീച്ചേഴ്സ് പറയുന്ന വാക്കുകളോ അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ് പറയുന്ന വാക്കുകളൊക്കെ അവരെ ഭയങ്കരമായിട്ട് ബാധിക്കും. ഈവൻ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പളോട് കംപ്ലയിൻറ്റ് പറയും, പിന്നെ അത് പാരൻസിനെ ഇൻവോൾവ് ചെയ്യിക്കും. അതൊക്കെ ആ കുട്ടികൾക്ക് ഭയങ്കര ഒരു ട്രോമയായിട്ട് മാറുന്ന പല സിനാരിയോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളെയും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു എക്സ്റ്റൻഷൻ സ്കൂളുകളിൽ നിന്നും സാധിക്കും. അപ്പോൾ അവർക്ക് പോളിസീസ് കൊണ്ടുവരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചോക്ലേറ്റ്സോ ക്യാൻഡീസോ ബർത്ത്ഡേക്ക് കൊണ്ടുവരുന്നതിന് പകരം ദേ ക്യാൻ ഓപ്റ്റ്, അതായത് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സ്കൂളിൽ നിന്ന് കിട്ടിയ നല്ലൊരു ഇൻപുട്ടാണ് ഈ ബുക്ക് ലൈബ്രറിയിലേക്ക് ആ കുട്ടിയുടെ പേരിൽ ഡൊണേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവിടെ വരുന്ന കുട്ടി പോയാലും ചിലപ്പോൾ ആ ബുക്ക് അവിടെ ലൈബ്രറിയിൽ കാണും. അങ്ങനെ അത് നല്ലൊരു സജഷനായിട്ട് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ അതല്ല, എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്, നല്ല ഹാർട്ട്ഫുൾ ആയിട്ടുള്ള സൊല്യൂഷൻസ്. ഇപ്പോൾ ഈ സീഡൊക്കെ ഉള്ള പേപ്പർ പേനകൾ, അത് നീഡി ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ടാക്കുന്നതാണ്. അത് വളരെ ചീപ്പ് പ്രൈസിന് നമുക്ക് ബൾക്കായിട്ട് കിട്ടും. അപ്പോൾ അത് അവരെയും സഹായിക്കുകയാണ്. ഇത് നല്ലൊരു ഗിഫ്റ്റിംഗ് സൊല്യൂഷനാണ്. അത് ആ ക്യാപ്പ് അവർ മണ്ണിൽ വെച്ച് അത് ഒരു കിളുത്തൊരു ചെടിയോ മരമൊക്കെ ആയിട്ട് മാറും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പോളിസീസ് സ്കൂൾസിന് കൊണ്ടുവരാം. അവർക്ക് അതുപോലെ തന്നെ അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് കുട്ടികളുടെ, ഇത് ഡിഫിക്കൽട്ടാണ്, പക്ഷേ ഈ ഒരു ജേർണിയിൽ എല്ലാവരും കൈയോർത്താലേ നടക്കുകയുള്ളൂ. കുട്ടികളുടെ ഈറ്റിംഗ് കുറച്ചും കൂടി ഒന്ന് സ്കൂളുകളിൽ, അതായത് അവർ കൊണ്ടുവരുന്ന എന്തെങ്കിലും കഴിച്ചിട്ട് പോട്ടെ എന്നുള്ള രീതിയിൽ അതിൽ നിന്ന് മാറിയിട്ട് അവരെന്ത് കൊണ്ടുവരുന്നു, എന്ത് കഴിക്കുന്നു എന്നുള്ളത് സ്കൂൾ മൈൻഡ്ഫുൾ ആയിരിക്കണം. അവർ വേണമെങ്കിൽ സജഷൻസും കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഒരു മോഡേൺ സാഹചര്യത്തിൽ പലപ്പോഴും വീട്ടുകാർക്ക് ഈ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യൽ തന്നെ ഒരു ടാസ്ക്കാണ്. ഇന്ന് എന്ത് കൊടുക്കും എന്താണ്. അപ്പോൾ പലപ്പോഴും ഇത് മറ്റ് തിരക്കുകളുടെ ഇത് വരുമ്പോഴാണ് പെട്ടെന്നുള്ള സൊല്യൂഷൻസ്, ന്യൂഡിൽസോ പാസ്തയോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് പാരൻസിനെ പ്ലാൻ ചെയ്യാനുള്ള, വേണമെങ്കിൽ ഇപ്പോൾ ന്യൂട്രീഷനിസ്റ്റ് ഉള്ള സ്കൂളുകളാണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഹയർ ചെയ്തിട്ട് ദേ ക്യാൻ ക്രിയേറ്റ് എ ചാർട്ട് വിച്ച് ദേ ക്യാൻ സെൻഡ് ടു എവറി പാരൻറ്റ്. എല്ലാ ദിവസവും ഈ ഒരു ഇതിൽ ഫോളോ ചെയ്ത് നോക്കും. മൺഡേ ഇതാണ്, ട്യൂസ്ഡേ ഇതാണ്. അപ്പോൾ അവർക്ക് ആ ആക്റ്റീവ് തോട്ട് നടത്തേണ്ട ആവശ്യമില്ല. ഇത് ശേഖരിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകുകയും ചെയ്യാം. കുട്ടികൾക്ക് പറ്റുന്ന ഫുഡ് അവർക്ക് ഇഷ്ടമുള്ളതും കൂടി അവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു എക്സ്പേർട്ട് അവർ സഹായിക്കണം. ഇനിയിപ്പോൾ ഇൻ കേസ് അങ്ങനെ ഒരു ഇതല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് തന്നെ ചാർട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ ക്യാൻറ്റീനിലും പല സ്കൂളുകളിലും വെൻഡിങ് മെഷീൻസ് ഒക്കെ ഉണ്ട്. പലപ്പോഴും ഈ ജങ്കിലേക്ക് കുട്ടികൾ എന്ന് വെച്ചാൽ അവരത്ര ശ്രദ്ധിക്കില്ല. അവിടെ ഒരു വെൻഡിങ് മെഷീൻ ഉണ്ട്, അല്ലെങ്കിൽ അവിടെ സ്നാക്ക് ഇതുണ്ട്, ക്യാൻറ്റീനിൽ ഇതൊക്കെ ലേസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അവിടെയും നമ്മൾക്ക് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ എക്സ്റ്റൻഷൻസ് കൊണ്ടുവരണം. പിന്നെ ഈ പറഞ്ഞ എക്സ്പേർട്സ്, ഈ കൗൺസിലേഴ്സും മറ്റുമൊക്കെ സ്കൂളുകളിൽ അത്യാവശ്യമാണ്. ഇപ്പോൾ മിക്ക സ്കൂളുകളിലും ഉണ്ട്. അത് കുട്ടികളെ മാത്രമല്ല, ടീച്ചേഴ്സിനെയും വരും. പക്ഷേ ഈ പറഞ്ഞ പാരൻസിൻ്റെ പ്രശ്നങ്ങൾ, ടീച്ചേഴ്സ് ആർ ഓൾസോ ഹ്യൂമൻസ്. അപ്പോൾ അവർക്കും അതിൻ്റെ ഒരു റിക്വയർമെൻറ്റിലേക്ക് വരാം. പിന്നെ കുറേ
ആക്ടിവിറ്റീസ് സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ ഡിജിറ്റൽ ഡീറ്റോക്സ് ചാലഞ്ചസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയറിങ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പോസിബിലിറ്റീസ് ആർ എൻഡ്ലെസ്. ഓൺലി തിങ് ഇസ് വി ഹാവ് ടു ടേക്ക് ദ സ്റ്റെപ്പ് ടുഗെദർ. ഇത് ഒരു പാരൻറ്റ് മറ്റേ ഒരു പാരൻറ്റിനെ കോംപ്രമൈസ് ചെയ്യുന്ന പോലെ പാരൻസ് സ്കൂളിനെയും കോംപ്രമൈസ് ചെയ്യരുത്. പലപ്പോഴും ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ടുണ്ട്, കുട്ടിയെ പി ടിയിലേക്ക് വിട്ടപ്പോൾ ടാൻ ആയി എന്ന് പറഞ്ഞിട്ട് ഒരു പാരൻറ്റ് കംപ്ലൈൻറ്റ് പറഞ്ഞു അത്ര. അപ്പോൾ തട്ടിച്ച് നോക്കുമ്പോൾ വാട്ട് ഡു യു പ്രിഫർ യുവർ ചൈൽഡ് ടു ബി ഫിസിക്കലി ആക്റ്റീവ് ആൻഡ് ഹെൽത്തി റാദർ ദാൻ ഗെറ്റിംഗ് എ ടാൻ? ഓഫ് കോഴ്സ് ഇപ്പോൾ ഈ UV വാർണിംഗ് ഒക്കെ ഉള്ള സമയത്തല്ല, പക്ഷേ യു ഷുഡ് തിങ്ക് അബൌട്ട് ദാറ്റ് ഡൈനാമിക്. അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് ആർക്ക് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തേക്ക് ഇതൊരു എനിക്ക് തോന്നുന്നു സീരീസ് ഓഫ് ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായത് നമ്മൾക്കിത് ചർച്ച ചെയ്യാനും, ഇത് നമ്മൾ മാത്രമല്ല ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ എല്ലാം ഒരു കളക്റ്റീവ് റിസൾട്ടായിട്ട് ഒരു മൂവ്മെൻറ്റ് വരണം. ഒരു മൂവ്മെൻറ്റ് വന്ന് കുട്ടികൾ ഈ പറഞ്ഞ പോലെ സ്വയം എംപവേർഡായിട്ട് നല്ല ഒരു ജനറേഷനിലേക്കുള്ളൊരു ചുവടുവെപ്പ്. ഒരു പക്ഷേ നമ്മൾ പാസ്റ്റിലോ നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ ജനറേഷനൊക്കെ നടത്തിയ ചില മിസ്റ്റേക്സ് റെക്ടിഫൈ ചെയ്ത് ഒരു ഐഡിയൽ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചുവടുവെപ്പായിരിക്കാം ഈ മെഷേഴ്സിൽ വരിക. അപ്പോൾ അങ്ങനൊരു ഭാവി ആശംസിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. താങ്ക് യു.